അതിനവൻ, കർത്താവേ, ഞാൻ അതിനെ ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. കണ്ണുകളടയ്ക്കാം. മേലാൽ കായ്ച്ചെങ്കിലോ, ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും നിൻ ജീവൻ എന്തിർക്കായി തന്നതിനാൽ നീ എൻ്റെ സർവവും, എല്ലാറ്റിലും. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ. യേശു ക്രിസ്തു മാധുര്യമാ, തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ. യേശു ക്രിസ്തു മാധുര്യമാ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവും ദൈവമേ, ഇന്ന് രാത്രിയിൽ അവിടുത്തെ വചനം, മനോഹരമായ വചനം, AD 90 എഴുതപ്പെട്ട വചനം, ഇന്ന് രാത്രിയിൽ അവിടുത്തെ ദാസര് വ്യാഖ്യാനിക്കുമ്പോൾ, അവിടുത്തെ നിന്റെ മക്കൾ കേൾക്കുമ്പോൾ, നാഥാ, ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. മനസാന്തരത്തിൻ്റെ യോഗ്യമായ ഫലം കായ്പാൻ ഈ പകർച്ചവ്യാധിയുടെ കാലത്ത്, പ്രൈസ് ദി ലോർഡ്, ഞങ്ങളെ സഹായിക്കണമേ. വചനം അങ്ങയുടേതാ. ബലഹീനദാസനെ നിന്റെ കരങ്ങളിൽ നിർത്തിക്കൊള്ളണമേ. എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഥകൾ എത്ര കേട്ടാലും നമുക്ക് മതിയാകത്തില്ല. ചില കഥകൾ അതിനൊത്തിരി അർത്ഥങ്ങളുണ്ട്. പലവട്ടം നിങ്ങൾ കേട്ടിട്ടുള്ള കഥകളാകണം. പൗലോ കൊയ്ലോ എന്ന ബ്രസീലിയൻ നോവലിസ്റ്റ് എഴുതിയ ഒരു ചെറു കഥയിൽ പെൻസിൽ എന്ന് പറയുന്ന കഥയെ പറ്റിയാണ്. പെൻസിൽ പറയുന്ന 3 കാര്യങ്ങൾ പൗലോ കൊയ്ലോ പറയുന്നത് ഇങ്ങനെയാണ്. എഴുതാൻ ഉപയോഗിക്കുന്ന പെൻസിൽ പറയുകയാണ്, ഐ ക്യാൻ മേക്ക് എ മാർക്ക് ഓൺ എ ഷീറ്റ്. എനിക്ക് പേപ്പറിൽ ഒരു എഴുത്തെഴുതാൻ പറ്റും. പെൻസിൽ പറയുക. എന്നാൽ എഴുത്തെഴുതുമ്പോൾ തെറ്റുകൾ വരും. ഞാൻ എന്ത് ചെയ്യും? ഞാനത് മായ്ക്കും. മിസ്റ്റേക്ക് ഷുഡ് ബി അറൈസ്ഡ്. ഞാൻ എഴുത്തെഴുതാൻ പറ്റും, പക്ഷെ എഴുത്തെഴുതുമ്പോൾ തെറ്റ് വന്നാൽ ഞാനത് മായ്ക്കും. ദ അറ്റ്മോസ്റ്റ് തിങ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പെൻസിൽ സൈസ്, മൈ ഇന്റീരിയർ ഗ്രാഫൈറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ മൈ ഔട്ടർ വുഡൻ പീസ്. എൻ്റെ അകത്തെ മഷിക്കല്ലുണ്ടല്ലോ എഴുതാൻ ഉപയോഗിക്കുന്നത്, അതാണ് എൻ്റെ മനോഹരമായ പുറം ചട്ടയേക്കാളും നല്ലത്. എഴുതാൻ ഉപയോഗിക്കുന്ന അകത്തെ മഷിക്കല്ല്. പ്രിയപ്പെട്ട സുഹൃത്തെ, വിശ്വാസികളെ, ഈ ശരീരത്തിൻ്റെ മനോഹാരിതയല്ല, അതിൻ്റെ സൗന്ദര്യമല്ല, നിത്യജീവനാണ് എന്നെ ബലപ്പെടുത്തുന്നത്. ഈ ലോകത്തിൽ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ എൻ്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്താൻ സാധിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം പറയുന്നത്,
ഇറ്റ്സ് എ ഗോസ്പൽ ഫോർ വീക്ക് ആൻഡ് ഔട്ട്കാസ്റ്റ്. തള്ളപ്പെട്ടവരുടെയും തഴയപ്പെട്ടവരുടെയും സുവിശേഷമാണ് ഏത്? ലൂക്കോസിന്റെ സുവിശേഷം. ലൂക്കോസ് ഒരു വൈദ്യനാണ്, ഡോക്ടറാണ്. തെയോഫിലോസിന് എഴുതുകയാണ്, തെയോഫിലോസേ, യേശുക്രിസ്തു ആരാണ്, അവൻ്റെ ജനനം എങ്ങനെയാണ്, അവൻ്റെ പ്രവർത്തന വൃത്താന്തം എങ്ങനെയാണ്, അവൻ മരിച്ച് നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ടവനാണ്. രണ്ടാമത്തെ പുസ്തകം എഴുതുകയാണ്, തെയോഫിലോസിന് എഴുതുകയാണ്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ, ആദിമസഭ പ്രവർത്തിച്ച വഴിത്താരകൾ എഴുതുകയാണ്. അപ്പോൾ ഒരു ഡോക്ടറിന്റെ കണ്ണിൽ കൂടെ തകർന്നതിനെ, മുറിഞ്ഞതിനെ, മുറിവേറ്റതിനെ, തളർന്നു പോയതിനെ ചേർത്ത് പിടിക്കുന്ന ഭിക്ഷുക്കരന്റെ മനസ്സോടുകൂടെ യേശു കർത്താവിനെ വരച്ച് കാണിച്ചിരിക്കുകയാണ് ലൂക്കോസ്. ലൂക്കോസ് ഏറ്റവും ശക്തമായി ഉപയോഗിച്ചിരിക്കുന്നതാണ് യേശുവിൻ്റെ കഥകൾ, യേശു പറഞ്ഞ പാരബിൾസ്, ഉപമകൾ. ഉപമകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഉപമകളെ പറ്റി 3 കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഉപമ എന്ന് പറയുന്നത് സാധാരണ കഥയാണ്, നോർമൽ സ്റ്റോറീസ്. പാലസ്തീനായുടെ പ്രദേശങ്ങളിൽ കേട്ട് ശീലിച്ച കഥകളാണ് ഉപമകൾ. എന്നാൽ യേശു പറയുമ്പോൾ ഈ സാധാരണ കഥകൾ അതിൻ്റെ അന്ത്യഭാഗത്തോടടുക്കുമ്പോൾ അസാധാരണമായി മാറും. ദ ക്ലൈമാക്സ് ഓഫ് ദ പാരബിൾ became so wonderful. അതുവരെ പറഞ്ഞു കേട്ടതിൽ നിന്നും കേൾക്കാത്തത് യേശു പറയും. അതാണ് 1. 2, ഈ പാരബിൾ ഉപമയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അത് അൺഎൻഡിങ് സ്റ്റോറീസ് ആണ്, തീരാത്ത കഥകളാണ്. ഈ ഉപമ നിങ്ങൾ വായിച്ചു കേട്ടല്ലോ. ഈ ഉപമ തീർന്നോ? കഥ തീർന്നോ? ഇല്ല. മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം, അത്രയേ ഉള്ളൂ. ഈ യജമാനൻ ഈ തോട്ടക്കാരൻ ഇതിനെ വെട്ടിയോ അതോ ഇത് ഫലം തന്നോ എന്നൊന്നും അറിയത്തില്ല. ഇതാണ് മാജിക്കൽ പ്രസന്റേഷൻ ഓഫ് ദ പാരബിൾ. അതിൻ്റെ ഭയങ്കര വിവരണമല്ലേ. അതാർക്ക് വേണ്ടിയാണ്? ഇത് AD 890 എഴുതപ്പെട്ട വാക്കല്ല സുഹൃത്തെ, ഇത് എനിക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. 2021 ഡിസംബർ മാസം 4-ാം തീയതി വൈകിട്ട് ഇത് പൂരിപ്പിക്കാനാണ് ദൈവം നിന്നെ കൂട്ടിവരുത്തിയിരിക്കുന്നത്. മാനസാന്തരത്തിൻ്റെ യോഗ്യമായ ഫലം കായ്ക്കാതെങ്കിൽ ഞാൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുമെന്നും, മാനസാന്തരത്തിൻ്റെ ഫലം കായ്ച്ചാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ഫലമെങ്കിലും കൊടുക്കാമെന്നും തന്നെ സമർപ്പിച്ച് കടന്നു പോകുന്ന രാത്രിയായി തീരണം ഇത്. ഈ ബാക്കി ഭാഗം പൂരിപ്പിക്കാൻ വിളിക്കപ്പെട്ട ദൈവജനമാണ്. അൺഎൻഡിങ് സ്റ്റോറീസ്, തീരാത്ത കഥകളാണ്. 3, ഉപമയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? കഥയില്ലാത്തവരുടെ കഥയാണ് ഉപമ. നിങ്ങൾ ശ്രദ്ധിക്കൂ, യേശു ലൂക്കോസിൻ്റെയും മറ്റ് സുവിശേഷങ്ങളിലും പറഞ്ഞ കഥകളൊന്നും ശ്രദ്ധിക്കും. ഏതൊക്കെ കഥകളാണ്? കാണാതെ പോയ ആട്, ഇറങ്ങിപ്പോയ ചെറുക്കൻ, കാണാതെ പോയ കൊയിൻ, കള, വിള, കുരുകിൽ, ഫലം കായ്ക്കാത്ത അത്തിവൃക്ഷം. ഇതിനൊന്നും കഥയില്ല. ഇന്ന് ലോകത്ത് കഥയുള്ളത് ആർക്കാണ്? വലിയ ആളുകൾക്കാണ്. കഥയില്ലാതെ പുറംപോക്കിൽ അതിരുകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആളുകൾക്ക്, കുഷ്ഠരോഗികൾക്ക്, വേദന അനുഭവിക്കുന്നവർക്ക് കഥ കൊടുക്കുന്ന തമ്പുരാനാണ് ഈ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ സുഹൃത്തെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ വിശ്വാസികളെ, നിങ്ങൾ കഥയില്ല എന്ന് ചിന്തിക്കുന്നവരാണോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ അത്രയും വന്നില്ല, ഞാൻ എൻ്റെ കുഞ്ഞെന്താണ് ഇത്രയും ഉയരാഞ്ഞത്, എൻ്റെ കുടുംബജീവിതം എന്താണ് പുഷ്പിക്കാഞ്ഞത്, എന്താണ് ആത്മീയ കോളത്തിൽ എനിക്ക് ശോഭിക്കാൻ സാധിക്കാത്തത് എന്നാതെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ കസാറയിൽ നിന്ന് ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കഥയുണ്ടാക്കുന്ന ഒരു കർത്താവ് എന്ന് വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് കഥ തരുന്ന കർത്താവാണ്. കാൽവറിയിൽ കുരിശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് തൻ്റെ രക്തത്താൽ എന്നെ വീണ്ടും വാഴ്ത്തി കർത്താവ് കഥ തരുന്ന കർത്താവാണ്. അൺഎൻഡിങ് സ്റ്റോറീസ്, നോർമൽ സ്റ്റോറീസ്, കഥയില്ലാത്തവർക്ക് കഥ നൽകുന്ന കഥ. ഈ കഥ യേശു പറയുമ്പോൾ ഫലം കായ്ക്കാത്ത അത്തിവൃക്ഷത്തെ പറ്റിയാണ് പറയുന്നത്. 3 ചിന്തകൾ ഇന്ന് രാത്രിയിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. 3 മെഡിറ്റേഷൻ ഇൻ ദിസ് നൈറ്റ്. യേശു പറഞ്ഞു തുടങ്ങി, ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു, കണ്ടില്ലാതാനും. അവൻ തോട്ടക്കാരനോട്, ഞാൻ 3 വർഷമായി ഈ അത്തിയിൽ ഫലം തിരയുന്നു, കാണുന്നില്ല. അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിനാ? വെട്ടിക്കളയാം എന്ന് പറഞ്ഞു. അപ്പൊ തോട്ടക്കാരൻ പറയുന്ന വാക്കാണ്, യാചനയുടെ സ്വരമാണ്. നാഥാ, നിൽക്കട്ടെ, ഞാൻ ഇതിന് ചുറ്റും കിളച്ച് വളവോളം നിൽക്കട്ടെ. 1 വർഷം കായ്ച്ചെങ്കിലോ.
ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ചിന്ത, ഡിഫറൻ്റ്ലി പ്ലാന്റഡ്, വ്യത്യസ്തമായി നട്ടു. ഓർ യു ആർ ഡിഫറൻ്റ്ലി പ്ലാന്റഡ്, വ്യത്യസ്തമായി നട്ടവരാണ് നാം ഓരോരുത്തരും. ഇവിടെ യേശു പറഞ്ഞ ഉപമയിൽ മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിവൃക്ഷം. പലസ്തീനയിൽ അത് സാധാരണമല്ല. മുന്തിരിത്തോട്ടത്തിൽ മുന്തിരിച്ചെടികളേ ഉള്ളൂ. എന്നാൽ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷമായിട്ടെങ്ങുമില്ല. ഇതാണ് ഈ കഥയുടെ പ്രത്യേകത. മുന്തിരിത്തോട്ടങ്ങളിൽ ചിലയിടത്ത് പല സ്ഥലങ്ങളിലായി അത്തിവൃക്ഷം നട്ടിട്ടുണ്ട്. യോവാക്കീം ജെറമ്യ വേദപണ്ഡിതൻ പറയുന്നത്, ഇങ്ങനെ ഈ അത്തിവൃക്ഷം നടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, പല സ്ഥലങ്ങളിൽ ഒരത്തിവൃക്ഷമായിട്ട് നടത്തില്ല. പല സ്ഥലങ്ങളിൽ മുന്തിരിത്തോട്ടത്തിൽ നടന്നത് എന്താന്ന് ചോദിച്ചാൽ, ഈ മുന്തിരി വള്ളികൾ വള്ളി വീശി കുലകളായി ഉയരങ്ങളിൽ അത്തിവൃക്ഷത്തിന്റെ കൊമ്പുകളിൽ നിന്ന് താഴേക്ക് മുന്തിരിക്കുലകൾ വരുമ്പോൾ അതിൽ നിന്ന് എടുക്കുന്ന മുന്തിരി ചാറിന് പ്രഷ്യസ് ആണ്, ഒത്തിരി വില കൊടുത്ത് വാങ്ങിക്കണം. പാലസ്തീനയിൽ അങ്ങനെ ലഭിക്കുന്ന വൈൻ അഥവാ മുന്തിരിച്ചാറ് അല്ലെ മുന്തിരിക്കുലകൾ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ യേശു പറഞ്ഞതിനകത്ത് ഇങ്ങനെയാണ്, ഒരു അത്തിവൃക്ഷം. എന്താണ് അത്തിവൃക്ഷവും മുന്തിരിച്ചെടിയും സൂചിപ്പിക്കുന്നത്? ഇസ്രയേലിന്റെ സമൃദ്ധിയെ പറ്റിയാണ്. നമ്മൾ വായിക്കുന്നുണ്ട് 1 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ എന്താണ്? 1 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ എന്താണ്? ശലോമോന്റെ കാലത്തൊക്കെയും യഹൂദയിലും ഇസ്രയേലും ദാൻ മുതൽ ബേർശേബ വരെ ഓരോരുത്തൻ താൻ്റെ അത്തിവൃക്ഷങ്ങളുടെ കീഴിലും മുന്തിരിവള്ളികളുടെ കീഴിലും സസുഖം വസിച്ചിരുന്നു. ദ വെൽത്ത് കണ്ടീഷൻ ഓഫ് ഇസ്രയേൽ, സമൃദ്ധിയുടെ ചിഹ്നമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു അത്തിവൃക്ഷത്തെ നട്ടിരിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ഈ അത്തിവൃക്ഷത്തെ നട്ടത്? ഒന്ന്, പ്ലാന്റഡ് ഡിഫറൻ്റ്ലി, വ്യത്യസ്തമായി നട്ടു. അതിനോട് ചേർന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് പ്ലാന്റഡ് വിത്ത് എ പർപ്പസ്, ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം തമ്പുരാൻ നട്ടിരിക്കുന്നത്. ഈ യജമാനൻ ഈ തോട്ടത്തിൽ ഈ അത്തിവൃക്ഷത്തെ മുന്തിരിച്ചെടിയുടെ ഇടയിൽ കൊണ്ടുവന്ന് നട്ടിരിക്കുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. നമുക്കറിയാം, അത്തിയുടെ കൾച്ചറല്ല മുന്തിരിയുടെ കൾച്ചർ. അത്തി വേര് താഴോട്ട് വീശുന്നതാണ്, ഇലകൾ വലുതാണ്. മുന്തിരിയുടെ വേര് അത്ര ശക്തമല്ല, വളരീതി രണ്ടാണ്, വ്യത്യസ്തമാണ്. അതുകൊണ്ട് യോവാക്കീം ജെറമ്യ പറയുന്നൊരു വാക്ക് വേദപണ്ഡിതൻ പറയുകയാണ്, ഇങ്ങനെ അത്തിവൃക്ഷം എങ്ങനെയെങ്കിലും മുന്തിരിച്ചെടിയുടെ ഇടയിൽ നട്ടാൽ എ സ്പെഷ്യൽ ബ്രീഡാണ്. ദൂരെന്ന് ഇങ്ങനെ നടാൻ വേണ്ടി അതിൻ്റെ ഉദ്ദേശത്തോടു കൂടി രൂപപ്പെടുത്തിയത്ത അത്തിവൃക്ഷങ്ങളാണ് കൊണ്ടുവരാറുള്ളത്. ദൂരേന്ന് കൊണ്ടുവരും. ഈ കാലാവസ്ഥയെ അതിജീവിക്കുന്ന, അതിൽ സമൃദ്ധമായി വളരുന്ന അത്തിവൃക്ഷങ്ങളായിരിക്കും. അങ്ങനെ യു പ്ലാന്റഡ് വിത്ത് എ പർപ്പസ്, ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് ദൈവം ഈ അത്തിവൃക്ഷത്തെ കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രിയ സുഹൃത്തെ, വിശ്വാസ സമൂഹമേ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദേശത്ത് വിവിധ ഇടവകളിൽ വിവിധ ഭവനങ്ങളിൽ നിങ്ങളെ നട്ടിട്ടുണ്ടെങ്കിൽ അവന് നിങ്ങളെപ്പറ്റി എന്തോ ഉണ്ട്, വലിയ ഉദ്ദേശമുണ്ട്. എൻ്റെ ജീവിതത്തെ പറ്റി ഒരു ഉദ്ദേശം ഉണ്ടെന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തെ പറ്റി ഒരു ഉദ്ദേശമുണ്ട്. വാർദ്ധക്യത്തിലിരിക്കുന്നവരായിരിക്കാം നിങ്ങൾ, കുഞ്ഞുങ്ങളായിരിക്കാം നിങ്ങൾ. പക്ഷേ വാട്ട് ഡിറ്റർമിനേഷൻ, എന്താ പ്രൊക്ലെയിം ചെയ്യണം? എന്താ? എൻ്റെ ജീവിതത്തെ പറ്റി, സമൃദ്ധിയാന്നേലും പണ്ഡിതനാന്നേലും പാമരനാന്നേലും കഴിവില്ലെങ്കിലും എൻ്റെ ജീവിതത്തെ പറ്റി ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനെ പൗലോസിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. ഈ സഭയെ ഏറ്റവും ശക്തിപ്പെടുത്തിയ ഒരാൾ, യേശു കർത്താവിന് ശേഷം ഈ സഭയെ വളരെ ബലപ്പെടുത്തിയ അപ്പോസ്തലൻ. അദ്ദേഹം ദമസ്കോസിന്റെ പടിവാതിക്കൽ ക്രിസ്ത്യ വിശ്വാസത്തെ തച്ചുടയ്ക്കാൻ പോയപ്പോൾ നമ്മൾ വായിക്കുന്നു, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് അവനെ വിളിക്കുകയാണ്. നസ്രനായ യേശു വിളിച്ചു, ശൗലേ ശൗലേ. ഇങ്ങനെയാണ് വിളിച്ചതല്ലേ? ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? നീ എന്നെ ഉപയോഗിക്കുന്ന പദം കേൾക്കൂ, ശൗലേ ശൗലേ എന്നാണ്.
എന്താണ് ശൗലേ ശൗലേ എന്ന് വിളിച്ചതിൻ്റെ അർത്ഥം? പൗലോസിൻ്റെ പെറ്റ് നെയിമാണ്, ഹീബ്രു നെയിമാണ്, വീട്ടിൽ വിളിക്കുന്ന പേരാണ് ശൗൽ. യേശു ദൈവം നമ്മെ വിളിക്കുമ്പോൾ കർത്താവ് നമ്മെ വിളിക്കുന്നത് പെറ്റ് നെയിമിലാണ് വിളിക്കുന്നത്. ആരാണ് നമ്മളെ ഇങ്ങനെ പെറ്റ് നെയിമിൽ വിളിക്കുന്നത്? നമ്മളുമായി അടുത്ത ആളുകളാണ്. നമുക്കെല്ലാം ഓരോ പെറ്റ് നെയിമുണ്ട്. വിളിക്കുകയാണ്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ? തുടർന്ന് നമ്മൾ വായിക്കുന്നു, ദമസ്കോസിലെ ഭക്തനായ മനുഷ്യൻ അനന്യാസിന്റെ അടുക്കൽ ദൈവദൂതൻ പറയുകയാണ്, കർത്താവ് പറയുകയാണ്, നീ അവൻ്റെ അടുക്കൽ പോകണം. അപ്പൊ അനന്യാസ് പറഞ്ഞു, അവൻ ഈ സഭയെ മുടിക്കുന്നവനാണ്, അവൻ കുലപാതകനാണ്. അപ്പോൾ അനന്യാസിനോട് പറഞ്ഞ വാക്ക്, പൗലോസിന്റെ ജീവിതത്തെ പറ്റി ഉദ്ദേശിച്ച് കർത്താവ് പറഞ്ഞ വാക്ക് 15-ാം വാക്യം എന്താ പറഞ്ഞത്? നീ പോക, അവൻ എൻ്റെ നാമം രാജാക്കന്മാരുടെ മധ്യത്തിലും ഇസ്രയേലിലൊക്കെയും വഹിപ്പാൻ തക്കവണ്ണം ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ഒരു പാത്രമായിരിക്കുന്നു. രാജാക്കന്മാരുടെ മധ്യത്തിൽ ഭൂലോകത്തൊക്കെയും ഇസ്രയേൽ ദേശത്തുമൊക്കെയും എൻ്റെ നാമം വിളിച്ചപേക്ഷിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പാത്രം. ഈ പാത്രം പറയുന്നത് ശ്രദ്ധിക്കൂ. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14, 15, 16 വാക്യങ്ങളിൽ എന്താണ് പറയുന്നത്? റോമൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 14, 15, 16. യവനന്മാർക്കും ബർബരന്മാർക്കും ഞാൻ കടക്കാരനാകുന്നു, മാത്രമല്ല ബുദ്ധിഹീനർക്കും ജ്ഞാനികൾക്കും ഞാൻ കടക്കാരനാകുന്നു. റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിക്കാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 16-ാം വാക്യം, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂവന്തനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. പൗലോസ് പറഞ്ഞ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഉദ്ദേശത്തോട് വിളിച്ചു ചേർത്ത തൻ്റെ ദാസൻ കർത്താവിനെ പറ്റി പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം 3. ഒന്ന്, ഐ ഹാവ് എ കോൺഫിഡൻസ് ടു സ്പ്രെഡ് ദ ഗോസ്പൽ. എനിക്ക് ഒരു കോൺഫിഡൻ്റ് ഉണ്ട്. ദൈവവചനം പ്രഖ്യാപിക്കുന്നതിനകത്ത് എനിക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട്. രണ്ടാമത് എന്താ പറയുന്നത്? എനിക്ക് ഒരു ലജ്ജയില്ല. ഐ ആം നോട്ട് അഷെയിംഡ് അബൌട്ട് ഗോസ്പൽ. ഞാൻ ദൈവവചനം പ്രസംഗിക്കുന്നതിൽ എനിക്ക് എന്തില്ല? ലജ്ജയില്ല. ഇന്ന് ദൈവവചനം മിക്കവാറും ആളുകൾ കൊണ്ടുപോവുകയില്ല. കൊണ്ടുപോയാൽ തന്നെ ആലുക്കാസിന്റെ കവറിലാണ് കൊണ്ടുപോകുന്നത്. ഇത് പിടിച്ചുകൊണ്ട് പോകാൻ ഒരു ലജ്ജയില്ലാത്ത അനുഭവം ഉണ്ടാകുന്നവനെയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവവചനം കൊണ്ട് നടക്കാൻ ലജ്ജയില്ലാത്ത ഒരു ജീവിതത്തെ പറ്റിയാണ് എൻ്റെ ജീവിതത്തെ പറ്റി ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. 3 പറയുന്നത് എന്താണെന്നറിയാമോ? യഹൂദന്മാർക്കും യവനർക്കും ബുദ്ധിഹീനർക്കും ജ്ഞാനികൾക്കും ഞാൻ കടക്കാരനാകുന്നു. എന്തിനെ സംബന്ധിച്ച്? സുവിശേഷത്തെ സംബന്ധിച്ച്. കാരണം എനിക്കൊരു കടമുണ്ട്. എന്താ കടം? ഈ സുവിശേഷം പ്രഖ്യാപിക്കണം. പ്രിയപ്പെട്ട സുഹൃത്തെ, ദൈവവിശ്വാസികളെ, നിങ്ങൾക്ക് ഈ കടം വിട്ടാൻ ആഗ്രഹമുണ്ടോ? ഈ കർത്താവിൻ്റെ സുവിശേഷം നമ്മുടെ ദേശത്ത്, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ ഭൂപ്രദേശങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പ്രഖ്യാപിപ്പാനും അത് ജീവിക്കാൻ ഇതാണ് ദൈവം നമ്മെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യു ആർ പ്ലാന്റഡ് ഡിഫറൻ്റ്ലി, പ്ലാന്റഡ് വിത്ത് പർപ്പസ്. വലിയ ഉദ്ദേശത്തോടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. 2, യു ആർ പ്ലാന്റഡ് ഡിഫറൻ്റ്ലി, പ്ലാന്റഡ് വിത്ത് പർപ്പസ്. രണ്ടാമത്, പ്ലാന്റഡ് വിത്ത് പോസിബിലിറ്റീസ് ആൻഡ് എബിലിറ്റീസ്. കഴിവുകളോടുകൂടിയാണ് ദൈവം നമ്മെ നട്ടിരിക്കുന്നത്. പറയുകയാണ്, എനിക്കൊരു കഴിവില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, ദൈവം ആരെയെങ്കിലും ഒരു ദേശത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ആരെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം അവനൊരു കഴിവ് കണ്ടിട്ടുണ്ട്. കഴിവ് കാണാതെ ദൈവം ആരെയും വിളിക്കുകയില്ല. ഇന്ന് ഈ ദിവസങ്ങളിൽ ആഗമന കാലത്തിൻ്റെ ചിന്തകളാണല്ലോ പള്ളികളിലൊക്കെ ധ്യാനിക്കുന്നത്. നമ്മൾ വായിക്കുന്നു ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ എന്താണ്? എലിസബത്തിൻ്റെ വീട്ടിലേക്ക് കന്യാമറിയം പോകുന്ന വാക്കാണ്. ദൂരം 80 മൈലാണെന്ന് ഓർക്കണം. ഡിസ്റ്റൻസ് ഇസ് ദെയർ, ക്രൈസിസ് ഇസ് ദെയർ. പ്രശ്നമുണ്ട്. വിട്രോത്തൽ കഴിഞ്ഞ, വിവാഹുറപ്പ് കഴിഞ്ഞ പെൺകുട്ടി
മക്കളാകുന്നു, പ്രസവിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നത് സമ്മതിക്കാത്ത സമൂഹത്തിന്റെ മധ്യത്തിൽ വേദനയോടെ അവൾ തെരഞ്ഞെടുത്തവളുടെ പേരാണ് എലിസബത്ത്. എലിസബത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എൽ സാബേത്ത്. എൽ മീൻസ് ഗോഡ്, സാ മീൻസ് ലൈഫ്, ബേത്ത് മീൻസ് ഹോം. ജീവന്റെ വീടാണ്. ജീവന്റെ വീട്ടിലേക്ക് ചെന്നു. നമ്മൾ വായിക്കുന്നത്, മറിയയെ കണ്ടപ്പോൾ എലിസബത്തിന്റെ പിള്ള തുള്ളി എന്നിട്ട് പറയുകയാണ്. എന്താണ് എലിസബത്ത് പറഞ്ഞത്? അവളെ പറ്റിയുള്ള ഉദ്ദേശമാണ് പറഞ്ഞത്. ഇത് കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എങ്ങനെയുണ്ടായി? എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുന്ന മാനം. നസറത്ത് എന്ന് പറയുന്ന സ്ഥലം അന്ന് നൊട്ടോറിയസ് പ്ലേസ് ആണെന്ന് ഓർക്കണം. ഒരു ഗുണമില്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നഥനയേലിനോട് പറയുന്നത് എന്താ നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഒരു നന്മയും ഇല്ലാത്ത ദേശത്ത് നിന്ന് മാർജിനലായ, തകർക്കപ്പെട്ട ഒരു സ്ത്രീ, മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ വരുന്ന മാനം എനിക്ക് എങ്ങനെയുണ്ടായി? എലിസബത്ത് എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ദൈവം ദൂതൻ നല്ലതെന്ന് കണ്ടതിനെ, ഉദ്ദേശത്തോടുകൂടെ വിളിച്ചതിനെ ഞാൻ മാനിക്കണം, ഞാൻ നിന്ദിക്കാൻ പാടില്ല. ദൈവം എന്നെ നന്നായി കണ്ടു. ദൈവം എന്നെ നല്ലതായി കണ്ടു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും ബലമുള്ളതായി, സാധ്യതയുള്ളതായി, കഴിവുള്ളതായി കണ്ടു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ മോശയെ ദൈവം വിളിക്കുന്ന ഭാഗമാണ്. അതിൻ്റെ 10-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. മോശെ വിളിച്ചിട്ട് പറയാണ്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കേട്ടു, ഒഴിയ വിചാര നിമിത്തമുള്ള ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ മോശ പറയുകയാണ്, ഞാൻ എന്തുള്ളൂ, ഞാൻ പോയാൽ ശരിയാകത്തില്ല. 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഞാൻ സംസാരിപ്പാൻ കഴിവുള്ളവനല്ല. യഹോവ അവനോട് പറയാണ്, നിന്നോട് ആര് പറഞ്ഞു? ഞാനല്ലേ കുരന്മാരെ സൃഷ്ടിച്ചത്? ഞാനല്ലേ ചെകിടന്മാരെ സൃഷ്ടിച്ചത്? ഞാനല്ലേ ബുദ്ധിയുള്ളവരെ സൃഷ്ടിച്ചത്, ബുദ്ധിയില്ലാത്തവരെ സൃഷ്ടിച്ചത്? നീ പോക. യു ആർ ഏബിൾ, യു ഹാവ് എൻ എബിലിറ്റി, യു ഹാവ് എ പോസിബിലിറ്റി. സാധ്യതയുള്ളവരാണ്. നിങ്ങളെ വ്യത്യസ്തമായി നട്ടിരിക്കുന്നവരാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേശത്ത് ദാനിയേൽ സാറിനെ ദൈവം കണ്ടപ്പോൾ എന്തായിട്ടാ കണ്ടത്? ഒരു സാധ്യത കണ്ടു, ഒരു കഴിവ് കണ്ടു. ഇന്ന് കാണുന്ന സാധ്യതയല്ല സാർ അന്ന് കണ്ടത്. പക്ഷെ ദൈവം പ്രിയദാസനോട് നോക്കിയപ്പോൾ ദൈവം മുന്നമേ ഒരു സാധ്യത കണ്ടു. യു ആർ പ്ലാന്റഡ്. വ്യത്യസ്തമായി ദൈവം നട്ടിരിക്കുന്നു. എന്ത് നന്ദി പറഞ്ഞാൽ തീരും. പറയുകയാണ്, അതിവൃക്ഷമേ നിന്നെ വ്യത്യസ്തമായി നട്ടിരിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും ദൈവം വ്യത്യസ്തമായി നട്ടിരിക്കുന്നു. ഈ COVID-19 കാലം എത്രയോ ഭീതികരമായ കാലമാണ്. എൻ്റെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാലഘട്ടമാണ്. എൻ്റെ ഭാര്യയുടെ പിതാവ് ഈ COVID-19 കോവിഡ് ബാധിച്ച് മരിച്ചുപോയി. വളരെ ആരോഗ്യമുള്ളൊരു ആൾ പൂനെയിൽ മിലിറ്ററി ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചു. ഞങ്ങൾക്ക് വലിയ ആഘാതമായി തീർന്നു. എന്താണ് സംഭവിച്ചത്? ദർ ആർ ലോട്ട് ഓഫ് ഒബ്സ്റ്റക്കിൾസ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കുമ്പോൾ എന്നെ ജീവനോടെ വെച്ചിരിക്കുന്നത് എന്തിനാണ്? നിങ്ങളെ ജീവനോടെ വെച്ചിരിക്കുന്നത് എന്തിനാണ്? നിന്നെ കൊണ്ട് വലിയ ഉദ്ദേശം ദൈവത്തിനുണ്ട്. നിനക്കൊരു കഴിവുണ്ടെന്ന് ദൈവം കണ്ടു. ഈ അധികം കിട്ടിയിരിക്കുന്ന സമയം അധികമായി കർത്താവിന് വേണ്ടി പ്രചോദനപ്പെടുത്താൻ. മോഹൻ കാഞ്ഞിരത്തിൻ മണ്ണിൽ പാടിയൊരു പാട്ട് ഭയങ്കര ശക്തമാണ്. ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറയാൻ എന്തുണ്ട്? നാവിത് പോരാ, ആയുസ്സും ഇത് പോരാ. ഈ പാൻഡമിക്കിൻ്റെ മധ്യത്തിൽ യു ആർ പ്ലാന്റഡ് വിത്ത് ഗോഡ്, പ്ലാന്റഡ് ബൈ ഗോഡ്. ദൈവം നിന്നെ നട്ടിരിക്കുന്നു, ഒരു ദോഷത്തോടെ നട്ടിരിക്കുന്നു, വലിയ സാധ്യതയോടെ നട്ടിരിക്കുന്നു. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാളിതു പോരാ, നാവിതു പോരാ, ആയുസും ഇതു പോരാ.
ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാളിതു പോരാ, നാവിതു പോരാ, ആയുസുമിതു പോരാ. നാളിതു പോരാ, നാവിതു പോരാ, ആയുസുമിതു പോരാ. ജീവിത പാതയിൽ കാലുകളേറി കുഴഞ്ഞു വീഴാതെ, അറിയാവുന്നൊരു പാടിക്കാട്ടെ. ജീവിത പാതയിൽ കാലുകളേറി കുഴഞ്ഞു വീഴാതെ താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. പ്രിയപ്പെട്ടവരെ, ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറയാൻ ഈ നാവ് പോരാ. യു ആർ പ്ലാന്റഡ് ഡിഫറൻറ്റ്ലി. യു ഹാവ് എൻ എബിലിറ്റി. ജീവിത പാതയിൽ കാലുകളേറി കുഴഞ്ഞു വീഴാതെ, ജീവിത പാതയിൽ കാലുകളേറി കുഴഞ്ഞു വീഴാതെ താങ്ങി നടത്തിയതോർക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്. താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാളിതു പോരാ, നാവിതു പോരാ, ആയുസുമിതു പോരാ. നാളിതു പോരാ, നാവിതു പോരാ, ആയുസുമിതു പോരാ. ആമേൻ. ദൈവം ചെയ്ത നന്മകൾക്ക് യു ആർ പ്ലാന്റഡ് ഡിഫറൻറ്റ്ലി. വ്യത്യസ്തമായി നട്ടു. ഒരു ഉദ്ദേശത്തോട് ദൈവം നട്ടു. സാധ്യതയോടെ, കഴിവുകളോടുകൂടെ ദൈവം നട്ടു. ഒന്നാമത്തെ ചിന്ത അതാണ്, പ്ലാന്റഡ് ഡിഫറൻറ്റ്ലി. 2, ഫെർട്ടിലൈസ് ഡിഫറൻറ്റ്ലി. വ്യത്യസ്തമായി വളമിട്ടു. യു ആർ ഫെർട്ടിലൈസ് ഡിഫറൻറ്റ്ലി. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അവൻ തോട്ടക്കാരനോട് പറയുന്ന വാക്ക് 7-ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരയുന്നു, കാണുന്നില്ല. അതിനെ വെട്ടിക്കളക. അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന്? എന്താണ് ഇതിൻ്റെ അർത്ഥം? 3 വർഷം. 2 വ്യാഖ്യാനങ്ങൾ ഈ ഭാഗത്തുണ്ട്. ഒന്നാമത്തെ വ്യാഖ്യാനം ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ഈ ഓണർ എന്ന് പറയുന്നത്, യജമാനൻ എന്ന് പറയുന്നത് ഒരു വിജാതി യജമാനനെ സങ്കല്പിച്ച് പറയുകയാണ്. യഹൂദന്മാരുടെ നിയമങ്ങളൊന്നും അറിയാത്ത, ന്യായപ്രമാണം, ദൈവരീതികൾ അറിയാത്ത ഒരു യജമാനൻ 3-ാം വർഷം വന്ന് ഈ തോട്ടത്തിൽ ഫലം തിരയുകയാണ്. എന്നാൽ ലേവ്യ പുസ്തകം 19-ാം അധ്യായം 23-25 വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 19 വേഴ്സസ് 23 and 25. എങ്ങനെയാണ് ഒരു യഹൂദൻ ഫലം വൃക്ഷത്തിൽ നിന്നെടുക്കേണ്ടത്, ദൈവം തരുന്ന നന്മകൾക്ക് എങ്ങനെയാണ് അത് പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പറയുന്നു, നിങ്ങൾ ദേശത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ലഭിക്കുന്ന വൃക്ഷങ്ങളിലോ കന്നുകാലികളിലോ പ്രത്യേകിച്ച് വൃക്ഷങ്ങളിലെ ഫലം 3 വർഷം എടുക്കരുത്. 3 വർഷം എടുക്കാൻ പാടില്ല. 3 വർഷം ഉപേക്ഷിക്കണം. 4-ാം വർഷം ലഭിക്കുന്ന ഫലം എവിടെ കൊടുക്കണം? ദേവാലയത്തിൽ കൊടുക്കണം. 5-ാം വർഷം മാത്രമേ നിനക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നോക്കൂ, ഒരു വിജാതീയ യജമാനനാണെങ്കിൽ ഇവൻ 3-ാം വർഷം തന്നെ, ആദ്യ വർഷം മുതൽ തന്നെ വരികയാണ് ഈ ഫലമെടുക്കാൻ. ദൈവപ്രമാണങ്ങൾ അറിയാത്ത ഈ വിജാതി യജമാനൻ വന്ന് ഫലത്തിന് വേണ്ടി അവൻ ചിന്തിക്കുന്നത് എന്താ? എൻ്റെ സമ്പാദ്യങ്ങൾ, ഞാൻ നട്ടത്, ഞാൻ ഉത്ഭവിപ്പിച്ചത് എല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 12-ാം അധ്യായത്തിൽ 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ പാരബിൾ ഓഫ് ദ റിച്ച് ഫൂളിനെ പറ്റിയാണ്. ബുദ്ധിയില്ലാത്ത ധനവാനെ പറ്റിയാണ്. അവൻ പറഞ്ഞത് എന്താണ്? ലൂക്ക് 12 എന്താ പറഞ്ഞത്? അവൻ ധനവാൻ, അവൻ പറഞ്ഞു, എനിക്കിഷ്ടം പോലെ പണമുണ്ട്, ഞാൻ എൻ്റെ കളപ്പുരകളെ പൊളിച്ചു പണിയും.
ധാരാളം ധാന്യം ശേഷിക്കും, ഞാൻ സമ്പത്ത് ധാരാളം ഉണ്ടാക്കും, ഞാനിങ്ങനെ അതിൽ സന്തോഷത്തോടെ അതിൽ മനസ്സ് വെച്ചിരിക്കും. അപ്പോൾ ദൈവവചനം അവനോട് ചോദിക്കാണ്, ദുഷ്ട, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ നീ കൂട്ടിവെച്ചത് ആർക്കാകും? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നീ കൂട്ടിവെച്ചത് ആർക്കാകും? ഈ പാൻഡമിക്കിന്റെ സിറ്റുവേഷന്റെ മധ്യത്തിൽ പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പണം ഒരു സാധ്യതയല്ല, നമ്മളുടെ ആരോഗ്യം ഒരു സാധ്യതയല്ല. ആരോഗ്യം ഒരു സാധ്യതയാണെങ്കിൽ എൻ്റെ ഫാദറിലോ മരിക്കണ്ട, ആരോഗ്യമുള്ള ആളാണ്. പണം ഒരു സാധ്യതയാണെങ്കിൽ അവർക്ക് മരിക്കേണ്ട ആവശ്യമില്ല. അതൊരു സാധ്യതയല്ല സുഹൃത്തെ. നീ എടുത്ത വാക്സിൻ നിനക്കൊരു സാധ്യതയല്ല, നീ കഴിച്ച മെഡിസിൻ നിനക്കൊരു സാധ്യതയല്ല. ഒറ്റ സാധ്യത മാത്രമേ ഉള്ളൂ. എന്താ? ദൈവത്തിന്റെ അത്ഭുതമാവുന്ന സൗഖ്യം മാത്രമേ നിനക്ക് സാധ്യതയുള്ളൂ. അവൻ പറയണം, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ. എന്നാലോചിച്ച് നോക്കൂ, അതൊരു ഇമാജിനേഷൻ ചെയ്യൂ. എല്ലാം എനിക്കുണ്ട്, എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്, എനിക്ക് സാധ്യതകളുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ എൻ്റെ ആത്മാവിനെ ചോദിച്ചാൽ ഞാൻ ദൈവത്തിന് എന്ത് കൊടുക്കും? മക്കളെ തന്നിട്ടില്ലേ? എന്തു കൊടുക്കും? നിങ്ങൾക്ക് സമ്പത്ത് തന്നിട്ടില്ലേ? ഈ സമ്പത്ത് ദൈവം ചോദിച്ചാൽ എന്തു കൊടുക്കും ഈ രാത്രിയിൽ? ഈ വിജാതി യജമാനൻ സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഈ വൃക്ഷഫലത്തെ ഉപയോഗിക്കാം. എന്നാൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വ്യാഖ്യാനം ഞാൻ പറയുകയാണ്. 3 വർഷം തികഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു യഹൂദ യജമാനൻ മാസ്റ്ററിന് മനസ്സിലായിട്ടുണ്ട്, 3 വർഷം ഈ ഫലം തുടരുത്. അടുത്ത 4-ാം വർഷമാണ് ഫലം എടുക്കേണ്ടത്. എവിടെ കൊടുക്കാൻ? ദേവാലയത്തിൽ കൊടുക്കാൻ, ദൈവത്തിന് സമർപ്പിക്കാൻ. എനിക്ക് ആദ്യമായി കിട്ടുന്നതാണ് സമർപ്പിക്കാൻ. അവൻ 3 വർഷം കാത്തിരുന്നു. 4-ാം വർഷം ആദ്യമായി ചെന്നു, ഫലമില്ല. 5-ാം വർഷം ചെന്നു, ഫലമില്ല. 6-ാം വർഷം ചെന്നു, ഫലമില്ല. നോട്ട് തേർഡ് ഇയർ, ദിസ് ഇസ് ദ 6th ഇയർ. യഹൂദനെ സംബന്ധിച്ച് ആദ്യത്തെ 3 വർഷം നിശ്ചിതമാണ്. 3 വർഷമായി ഫലം തിരയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എത്രാം വർഷമായി? 6 വർഷമായി. 6-ാം വർഷവും ഞാൻ വന്ന് തിരയുക, എന്തില്ല? ഫലമില്ല. ഈ ഫലം എന്തിനാണ്? ഫിക്ടറി. ഈ ഫലം എന്തിനാണ്? ദേവാലയത്തിൽ കൊടുക്കാൻ വേണ്ടിയാണ്, ദൈവത്തിന് സമർപ്പിക്കാൻ വേണ്ടിയാണ്. എനിക്കൊരു ഫലം കിട്ടിയിട്ട് വേണം ദൈവത്തിന് സമർപ്പിക്കാൻ. ദിസ് ഈസ് ദ 6th ഇയർ. 6-ാം വർഷം ക്ഷമയോടെ കാത്തിരുന്ന യജമാനൻ വന്നപ്പോൾ അവൻ എന്തൊക്കെ സാധ്യത ഈ ഫിക്ടറിക്ക് വേണ്ടി ഒരുക്കിയെന്ന് നോക്കൂ. എന്തൊക്കെ സാധ്യത ഒരുക്കി? ഹി അപ്പോയിന്റഡ് എ ഗാർഡനർ, ഒരു തോട്ടക്കാരനെ ആക്കി. ഈ തോട്ടക്കാരനെ ഈ ഫിക്ടറി വളർന്ന് രക്ഷപ്പെട്ട് ദേവാലയത്തിൽ ഫലം കൊടുക്കണം, സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കണം, പ്രയോജനപ്പെടണമെന്ന് വിചാരിച്ച് എന്തൊക്കെ കരുതൽ ഈ ഫിക്ടറിക്ക് വേണ്ടി ഈ യജമാനൻ ചെയ്തു, എന്തൊക്കെ വ്യയം ചെയ്തു, എത്രയോ സാധ്യതകൾ കൊടുത്തു, ഫലമില്ല. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു തോട്ടക്കാരനെ നൽകിയിട്ടില്ലേ? പോയ സ്ഥാനത്തെല്ലാം ദൈവം ഒരു തോട്ടക്കാരനെ നൽകിയിട്ടുണ്ട്. വണ്ടി ഓടിച്ച സ്ഥാനത്ത് ഒരു കാവൽ നിനക്കില്ലേ? 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നൊരു വാക്കാ. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ശമൂവേൽ തൗലപാത്രവുമായി യിശായിയുടെ ഭവനത്തിൽ ചെന്നു. എനിക്കുള്ള രാജാവ് അവൻ്റെ ഭവനത്തിലുണ്ട്. മിടുക്കന്മാരായ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന മൂത്ത മക്കളെയെല്ലാം യിശായി വിളിച്ചു. മൂത്തവനെ വിളിച്ചു. ശമൂവേൽ നോക്കിയിട്ട് പറഞ്ഞു, ഇവനല്ല. രണ്ടാമത്തവനെ കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ കോമളസ്വരൂപിയാണ്, ആരോഗ്യദൃഢകാത്രനാണ്. അവനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവനല്ല. ഇനി ആരെങ്കിലും ഉണ്ടോ നിന്റെ മക്കളിൽ? ആ വീട്ടിൽ തഴഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു. ആടുകൾക്കൊപ്പം ആടുകളെ നോക്കാൻ വിട്ട ഒരു ഔട്ട്കാസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു മാർജിനൽ ഉണ്ടായിരുന്നു. അവൻ്റെ പേരാണ് ദാവീദ്. എന്താണ് യിശായി കരുതിയത്? ക്രൂരമൃഗങ്ങൾ ആടിനെ കറിച്ച് വീടുമ്പോൾ അതിനെ പ്രതിരോധിച്ചാൽ, നഷ്ടപ്പെട്ടാൽ ഈ വീട്ടിലെ ഒന്നുമില്ലാത്തവൻ, ഒരവകാശവുമില്ലാത്തവൻ, ആരോഗ്യമില്ലാത്തവൻ പോട്ടെ എന്ന് യിശായി ചിന്തിച്ചോ?
യിശായി പറഞ്ഞു, അവനെ കൊണ്ടുവാ. അവനെ കൊണ്ടുവരാതെ ഞാൻ ഭക്ഷണം കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. അവനെ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശമൂവേലിനോട് പറഞ്ഞു, അവൻ നീ ഉദ്ദേശിക്കുന്ന അവൻ നീ തന്നെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ്റെ ഗ്രഹവും എന്തുള്ളൂ. വനാന്തരത്തിന്റെ മധ്യത്തിൽ, തഴഞ്ഞ വീട്ടിൽ നിന്നും, തകർന്ന ജീവിതാനുഭവങ്ങളിൽ നിന്നും എന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ ഗ്രഹവും എന്തുള്ളൂ. 23-ാം സങ്കീർത്തനത്തിൽ കിന്നര വായനക്കാരനായ ദാവീദ് എഴുതിയ പാട്ടല്ലേ എന്താണ്? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടെ, കൂരിരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. അവൻ പറയുന്നത്, എനിക്കുള്ള സൈന്യങ്ങളല്ല എൻ്റെ കാവൽ, എനിക്കുള്ള വൃന്ദങ്ങളല്ല എൻ്റെ കാവൽ. എൻ്റെ കാവൽ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയാണ്. അവൻ ശത്രുക്കളുടെ മധ്യത്തിൽ എനിക്ക് മേശയൊരുക്കുന്നവനാണ്. അവൻ്റെ മേശ, എൻ്റെ രാജധാനിയിൽ എത്രയോ നല്ല മേശകളുണ്ട്, എൻ്റെ രാജധാനിയിൽ എത്രയോ നല്ല ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. എൻ്റെ കർത്താവേ, അതിനപ്പുറമായി നീ തരുന്ന മേശ, നിന്റെ ഭക്ഷണം എത്ര ഭാഗ്യം. ദാവീദ് പറയുക, നിന്റെ കാവൽ, എനിക്ക് സ്വന്തം കാവൽ ഉള്ളപ്പോഴും നിന്റെ കാവൽ എത്ര 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 വലുത്. ദൈവം ഒരു കാവൽ ഏൽപ്പിച്ചു. ദൈവം വിടുവിക്കുന്ന വഴികളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം കാവൽ ചെയ്ത എത്രയോ വിധങ്ങൾ. പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിലിട്ടു, കയ്യാമം വിട്ട് പൂട്ടി. അപ്പോൾ അവർ പാട്ടുപാടിയതേ ഉള്ളൂ. കാവലായി നിന്ന് എന്ത് പൊട്ടി? ചങ്ങല പൊട്ടി. 16-ാം അധ്യായം. ആ രാത്രിയിൽ അവർ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടുകയാണ്. യുക്തി അനുസരിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. പാട്ടുപാടിയ ചങ്ങല പൊട്ടുമോ? ഒരിക്കൽ പോലും റോമൻ കൈസറിന്റെ ചങ്ങല പൊട്ടുന്നതല്ല. മാത്രമല്ല, റോമൻ കൈസർ സീൽ ചെയ്ത ഒരു വാതിൽ മാറ്റാൻ പറ്റത്തില്ലാണ്. ആ വാതിലിനെ മാറ്റിയാണ് 3-ാം ദിവസം നസറത്തിലെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത്. തറവേളയുടെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഈ ചങ്ങലകൾ പൊട്ടി. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന്റെ ശക്തിയിൽ നമ്മൾ ആഴത്തിൽ വിശ്വസിക്കണം. ദൈവവചനത്തിന്റെ ബലത്തിൽ നമ്മൾ ആഴത്തിൽ വിശ്വസിക്കണം. ദൈവത്താൽ ഇത് സാധിക്കും എന്ന് ചിന്തിക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ വരുമ്പോൾ, ഒരു രോഗം വന്നു, നിങ്ങൾ എന്താ പറയും? ഡോക്ടർ പറയും ഗുളിക കഴിച്ചാൽ മാറും. എന്നാൽ നിങ്ങൾക്ക് വിശ്വാസം, എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കും. പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ ഈ വചനം ക്രിയ ചെയ്യും. സുഹൃത്തെ, ഈ വചനം, അതാണ് പൗലോസ് പറയുന്നത്, ഐ ഹാവ് എ കോൺഫിഡൻസ് വിത്ത് ദ കണ്ടന്റ് ഓഫ് ദിസ് ഗോസ്പൽ. പൗലോസ് ആരാണ്? എത്ര ശക്തനായ മനുഷ്യനാണ്! ഗമാലിയലിന്റെ കാൽ കീഴിൽ പഠിച്ചവനാണ്. ഈ മാർഗത്തെ തച്ചുടയ്ക്കാൻ എഴുന്നേറ്റവനാണ്. അവൻ പറയുകയാണ്, എനിക്ക് ഇതിൽ ലജ്ജയില്ല എന്ന് മാത്രമല്ല, എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. എന്ത്? ഇതെന്നെ വിടുവിക്കുന്ന വചനമാ. റോമൻ സീസറിന്റെ തടവറയിൽ നിന്നും എന്നെ വിടുവിക്കുന്ന വചനമാ. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ദുഃഖത്തിന്റെ മധ്യത്തിൽ, വേദനയുടെ മധ്യത്തിൽ എനിക്ക് സഹായമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഈ ദൈവത്തിന്റെ വചനം നിന്നെ വിടുവിക്കുന്ന വചനമാ. ഈ ദൈവത്തിന്റെ ശക്തി നിനക്ക് നമ്മുടെ റീസൺ അപ്പുറമാണ്, നമ്മുടെ ലോജിക്കിനപ്പുറമാണ്. നമ്മൾ ലോജിക്ക് കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ലോജിക്കിനപ്പുറമുള്ള വചനമാണ്. അത് സംഭവിക്കുന്ന വചനമാണ്. എന്താണെന്ന് ചെയ്തത്? ആ രാത്രിയിൽ അവർ പാട്ടുപാടിയപ്പോൾ എന്ത് ചെയ്തു? ചങ്ങല പൊട്ടി, ബന്ധിതർ മോചിതരായി. കാരാഗ്രഹ പ്രമാണി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സഹോദരന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? സത്യം പറഞ്ഞാൽ പൗലോസിനെയും ശീലാസിനെയും രക്ഷിക്കാൻ കഴിവുള്ള ആരാണ്? കാരാഗ്രഹ പ്രമാണിയാണ്. ഈ കാരാഗ്രഹ പ്രമാണി ചോദിക്കുകയാണ്, ഈസ് ദെനി എനി ഫോർമുല? എന്തെങ്കിലും ഫോർമുല ഉണ്ടോ രക്ഷ പ്രാപിപ്പാൻ? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഇത് ശക്തവും വ്യക്തമായി പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറയണം. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ,
ഏത് രീതിയിൽപ്പെട്ടവനാകട്ടെ, ഏത് ക്ലാസ്സിലുള്ളവനാകട്ടെ, നിന്നെ വിടുവിക്കാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിനപ്പുറമായൊരു നാമമേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ ഈ അത്തിവൃക്ഷത്തിൽ 6 വർഷമായി ബലം തിരഞ്ഞു. അപ്പോൾ തോട്ടക്കാരൻ പറയുന്നൊരു വാക്കാണ് എന്ത്? ഇതിനെ വെട്ടിക്കളക എന്ന് യജമാനൻ പറഞ്ഞപ്പോൾ തോട്ടക്കാരൻ പറഞ്ഞ വാക്കാണ്, നാഥാ വെട്ടിക്കളയല്ലേ, ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടാം. ചുറ്റും കിളച്ച് വളമിടാം. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ചിന്ത അതാണ്. ഡിഫറൻ്റ്ലി ഫെർട്ടിലൈസ്ഡ്. വ്യത്യസ്തമായി വളമിട്ടു. എന്താണ് വ്യത്യസ്തമായി വളമിട്ടതിൻ്റെ കാര്യം? എന്താണ് വളം? ഒരു വളത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാമോ? ഞാൻ പറയാം ഒരു വളം. അമോണിയ. ഞങ്ങൾ കോന്നിക്കാരാണ്. ഞങ്ങൾക്ക് റബ്ബറൊക്കെ കൃഷിയുള്ള സമയത്ത് ഞാൻ ഈ അമോണിയ ഒക്കെ റബ്ബറിനിട്ട് തോർക്കുകയാണ്. അമോണിയ ഇങ്ങനെ വെതറും. ഈ വെള്ള കുരുകുരുവാന്നുള്ള മണികളാണ്. 10 പ്രാവശ്യം ഇടുമ്പോൾ 2 എണ്ണം നമ്മൾ വായിലോട്ട് ചെറുപ്പത്തിൽ ഇടും. അപ്പോൾ ഒരു രുചി വരും, അത് നമ്മൾ തുപ്പിക്കളയും. അപ്പം ഈ അമോണിയ എന്താണെന്ന് പിന്നെ മനസ്സിലായപ്പോൾ, അമോണിയ ഒരു വളമല്ല, അമോണിയ ഒരു വളമേ അല്ല. പക്ഷെ അമോണിയ ചെയ്യുന്ന ഒരു കാര്യം എന്തുവാണെന്നറിയാമോ? ഇറ്റ് സ്ട്രെങ്തൻ ദ റൂട്ട്. വളമെടുക്കാൻ വേരിനെ ബലപ്പെടുത്തും. അത്രയേ ഉള്ളൂ. ഈ ഭൂമിയിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുക്കാൻ ദൈവം ഈ വേരിനെ ബലപ്പെടുത്തുന്ന ഒരു ഏജന്റാണ് അമോണിയ. ഞാൻ പറയട്ടെ, യു ആർ കോൾഡ് ടു ബി ആൻ അമോണിയൻ ക്രിസ്ത്യൻ. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? മറ്റൊന്നിനെ ബലപ്പെടുത്താൻ വേണ്ടിയാണ്, മറ്റൊന്നിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്, മറ്റൊന്നിനെ ഉറച്ചു നിർത്താൻ വേണ്ടിയാണ്. യു ആർ ഫെർട്ടിലൈസ്ഡ്. പറയുകയാണ്, ഇത് നിൽക്കട്ടെ, ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ എന്ന് ഉത്തരം പറയുക. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞ അവരുടെ ഒരു അനുഭവം ഇങ്ങനെയാണ്. അവർ ഹൈദരാബാദിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രെയിനിങ്ങിന് വന്നപ്പോൾ അവർക്ക് കൊടുത്ത ഒരു ടാസ്ക്കാണ് അത്. ആ പ്രസംഗം കേട്ടിട്ടുള്ളവർക്കറിയാം. ആ പഠനത്തിൻ്റെ ഭാഗമായി അവരോട് പറഞ്ഞു, ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുകയാണ്. അവർ ചിന്തിച്ചു, ഈ ഭക്ഷണം കഴിക്കുന്നതിന് എന്തുവാ വലിയ ടാസ്ക്, എന്ത് കഷ്ടപ്പാട്. അവരങ്ങനെ 6 മണിക്ക് അവർ ഒരുങ്ങി ആ ഹോട്ടലിൽ ചെന്നു. ആ ഹോട്ടലിൻ്റെ പേര് വ്യത്യാസമുണ്ട്. ഡയലോഗ് വിത്ത് ദ ഡാർക്ക്നെസ്. ഡയലോഗ് വിത്ത് ദ ഡാർക്ക്നെസ്. ഇരുട്ടിനോട് സംവാദിക്കുക. ആ ഹോട്ടലിൽ ചെന്നു. ഇവരുടെ മൊബൈലും വാച്ചും എല്ലാം അവർ വാങ്ങിച്ചു വെച്ചു. വെളിച്ചം പകരുന്ന ഒന്നും കൈവരാൻ പാടില്ല. ഒരു 3 വടി കൊടുത്തു. ഈ വടി കുത്തി വേണം ഇനിയും പോകാൻ. വാതിൽ തുറന്നു, കുറ്റാക്കൂലിട്ട് ഒന്നും കാണത്തില്ല. മുന്നോട്ട് പോവുക. തപ്പിത്തടഞ്ഞു പോയപ്പോൾ അവർക്കൊരു കൂട്ട് കിട്ടി, കാവല്, ഒരു വഴികാട്ടി, ഗൈഡിനെ കിട്ടി. ഗൈഡ് പറഞ്ഞു, നിങ്ങളുടെ 5 പേരുടെ ചുമതല എൻ്റെ കയ്യിലാണ്, എൻ്റെ കയ്യിൽ പിടിക്കുക. ഈ ഗൈഡിൻ്റെ കയ്യിൽ ഇവരിങ്ങനെ പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. ഗൈഡ് നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. 5 സ്റ്റെപ്പ് മുന്നോട്ട് പോകണം, ഇടത്തോട്ട് തിരിയണം. ചില സ്ഥലത്ത് പറയും വലതുവശം ചരിഞ്ഞിറങ്ങണം, ഇടുക്ക് വഴിയാണ്, ഒന്നും കാണാൻ സാധിക്കത്തില്ല. കുറെ കഴിഞ്ഞപ്പോൾ ഗൈഡ് ചോദിച്ചു, നിങ്ങൾക്ക് ഈ വെള്ളത്തിൻ്റെ ശബ്ദം ഇതുപോലെ കേൾക്കുന്നുണ്ടോ? കാണാൻ പറ്റത്തില്ല. ഏത് ഭാഗത്തുനിന്നാ വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? ആ ഭാഗത്തേക്ക് ചെവി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവർക്ക് മനസ്സിലായി, ഇന്ന ഭാഗത്തുനിന്നാ, അതിലോട്ട് പോകും. അങ്ങനെ പോയി. ഈ വെള്ളമെല്ലാം ഇവരുടെ മേത്ത് വീണു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്കലൂടാണ് പോകുന്നത്. പിന്നെ പറഞ്ഞു, ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം. പക്ഷെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു ബോട്ട് യാത്ര ചെയ്യണം. ഈ ഇരുട്ടിൽ എങ്ങനെ ബോട്ടിൽ കയറും? കൊച്ചു വള്ളമാണ്. ഗൈഡ് സഹായിച്ചു. ഈ വള്ളത്തിൽ അവരെ കയറ്റി തുഴഞ്ഞുമെടുത്തും ഹോട്ടലിൽ വേറൊരു മുറിയിൽ ചെന്നു. ഇനി ഭക്ഷണമാണ്. ഭക്ഷണം ഓർഡർ ചെയ്യണം. ഓർഡർ ചെയ്യാൻ കയ്യിൽ പേപ്പറുകളൊന്നുമില്ല. എന്ത് വേണമെന്ന് പറയണം. ഭക്ഷണം കൊണ്ടുവയ്ക്കും. പക്ഷെ കഴിക്കണമെങ്കിൽ ഏത് ഭക്ഷണമാണെന്ന് കാണാതെ അങ്ങനെ കഴിക്കും. അവർ പറഞ്ഞു,
മണപ്പിച്ച് വേണം, സ്മെല്ല് കൊണ്ട് മനസ്സിലാക്കണം. ഉഴുന്നുവട ഏതാ, പരിപ്പ് വട ഏതാ എന്ന് മണം കൊണ്ട് മനസ്സിലാക്കണം. ഓരോരുത്തരും വാങ്ങിച്ചു ഭക്ഷണം കഴിച്ചു. പൈസ കൊടുക്കണം. എങ്ങനെ പൈസ കൊടുക്കാൻ പറ്റും? ഇത്ര രൂപ എന്നെങ്ങനെ കണ്ടുപിടിക്കും? അവസാനം അവർ ഊഹം വെച്ച് പൈസ കൊടുത്തു. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഹോട്ടലിന് വെളിയിൽ നിന്നിറങ്ങി. അവർക്ക് വലിയ സന്തോഷമായി. ഈ 1 മണിക്കൂറത്തെ 1.5 മണിക്കൂറത്തെ ടാസ്ക് അവസാനിച്ചു. കുറ്റാക്കൂരിരുട്ടിൽ അവരുടെ കൂടെ ഇരുന്ന ആ ഗൈഡിൻ്റെ കയ്യിൽ പിടിച്ചു, അവനെ കെട്ടിപ്പിടിച്ചു. ഓരോരുത്തർ അവനോടൊപ്പം ഫോട്ടോ എടുത്തു. അവനൊരു കണ്ണാടി വെച്ചിട്ടുണ്ട്, കറുത്ത കണ്ണാടി. ആ ഹോട്ടലിൻ്റെ ജീവനക്കാരനാണ്. അവൻ ആ കണ്ണാടി ഊരി. അപ്പോൾ അവർക്ക് മനസ്സിലായി അവനെ നടത്തിയ ആ ഗൈഡിന് കണ്ണ് കാണാത്ത ആളാണ്, ബ്ലൈൻഡാണ്. ഉടൻ ഇവർ മനസ്സിലാക്കി, ഞങ്ങളെ ഈ ഇരുട്ടിൽ വഴി നടത്തിയത് മുഴുവൻ ഒരു കണ്ണ് കാണാത്ത ആളാണല്ലോ. അപ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത് ഒരു അന്ധന്റെ കണ്ണിൽ കൂടെ അനുഭവിക്കുന്ന അനുഭവങ്ങൾ എങ്ങനെയാണ്. ഒരന്ധന്റെ അനുഭവം. പ്രകാശമുള്ളവർക്ക് കാഴ്ചയില്ലാത്ത ജീവിതാനുഭവങ്ങൾ അറിയാമോ? ഇല്ല. ഒരന്ധന്റെ വഴിയിൽ കൂടെ നടക്കുന്ന ഇരുട്ടിന്റെ അനുഭവങ്ങളെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന അനുഭവമാണ്. അവർ ഈ സോഷ്യൽ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുമ്പോൾ ഒരന്ധൻ എങ്ങനെയാണ്, കഷ്ടപ്പെടുന്നവരെങ്ങനെയാണ്, അവരുടെ ജീവിതാനുഭവങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ എന്താണ്? അവരുടെ ജീവിതത്തിൽ കൂടെ നടക്കണം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ യഹോവ മോശയോട് വിളിക്കുന്നത് ഇതാണ്: എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു കേട്ടു കേട്ടു. എന്താണ് അതിന്റെ അർത്ഥം? അതിനുപയോഗിച്ചിരിക്കുന്ന ഒരു ഹീബ്രു പദം പറയാം, യാദ എന്നാണ്. യാദ, കണ്ടു കേട്ടു. മിസ്രൈമിൽ അടികൊണ്ട് ഇസ്രായേൽ മക്കൾ ഇസ്തിയക്കളത്തിൽ വീഴുമ്പോൾ അടികൊള്ളുന്നത് ആർക്കാണ്? യഹോവയ്ക്കാണ്. വേദനിക്കുന്നത് ആർക്കാണ്? യഹോവയ്ക്കാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ കയീൻ ഹാബേലിനെ കൊന്നപ്പോൾ അവന്റെ രക്തം നിലവിളിച്ചു എന്നാണ് യഹോവ പറയുന്നത്, ദൈവം പറയുന്നത്. ആരാണ് അടികൊണ്ടത്? ദൈവമാണ്. ഇതിനാണ് യാദ. യാദ എന്നതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ഇറ്റ് ഈസ് നോട്ട് ദ കോഗ്നിറ്റീവ് നോളജ്. ഭൗതിക തലത്തിലുള്ള അറിവല്ല. ഇറ്റ്സ് എ പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് എക്സ്പീരിയൻസിങ് നോളജ്. അനുഭവിക്കുക. ഞാൻ ഉദാഹരണം പറയാം. ഇന്ന് ഈ യോഗ സ്ഥലത്ത് ഒരു കുഞ്ഞോടി നടക്കുമ്പോൾ അപ്പോൾ നമ്മൾ പറയും, ഇതിനപ്പനില്ലേ, ഇതിനമ്മയില്ലേ, ഇതിനെ പിടിച്ചുകൊണ്ടിരുത്തല്ലോ. കുറെ കഴിയുമ്പോൾ ഇത് വീഴും. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഓ കരച്ചിലും തുടങ്ങി, ഇതിനെ ശ്രദ്ധിക്കുന്നില്ല. തലയിടിച്ച് ഈ കുഞ്ഞ് ഈ പന്തലിൽ വീണതാരാണ്? ആ അമ്മയാണ് വീണത്. ഇതിനാണ് യാദ. ഓ എന്ത് ഭാഗ്യമുള്ളവരാ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നീ വീഴുമ്പോൾ കർത്താവിൻ്റെ കയ്യിലാണ്. കർത്താവാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു രോഗിയായിരിക്കുന്നവനെ മനസ്സിലാക്കണമെങ്കിൽ ആ രോഗാനുഭവത്തിൽ കൂടെ ഇരിക്കുന്ന ആളിന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറയുന്നത് എന്താ? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ നീയായി തീരുക. ക്യാൻസർ ബാധിതരാരെങ്കിലും ഇവിടെ ഉണ്ടോ? രോഗികളായിരിക്കുന്നവരുണ്ടോ? നിങ്ങൾ നടക്കുന്ന ക്യാൻസർ അനുഭവത്തിൽ കൂടെ നടക്കുവാൻ ഒരുത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അവന്റെ പേരാണ് കർത്താവായ യേശു കർത്താവ്. ഈ കർത്താവിന് മാത്രമേ നിന്റെ ജീവിതത്തിൽ കൂടെ നടക്കാൻ സാധിക്കത്തുള്ളൂ. നോക്കൂ, ഈ തോട്ടക്കാരൻ പറയുകയാണ്, യജമാനനെ, ഞാൻ വീണ്ടും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. ഇവന്റെ വേദനയെ മനസ്സിലാക്കിയ ഒരു തോട്ടക്കാരൻ, ഈ ഫിക്സിയുടെ സാധ്യതകളെ അസാധ്യതകളെ മനസ്സിലാക്കിയ ഒരു തോട്ടക്കാരൻ, ഇതിന്റെ കഴിവില്ലായ്മയെ മനസ്സിലാക്കിയ ഒരു തോട്ടക്കാരൻ, ഇതിന്റെ വേദനകളെയും നിരാശകളെയും നെടുവീർപ്പുകളെയും മനസ്സിലാക്കിയ ഉള്ളോട് ചേർത്ത ഒരു തോട്ടക്കാരൻ. അവൻ പറയാണ്, ഈ ആണ്ട് കൂടെ നിൽക്കട്ടെ. ഈ വാക്ക് എന്നോട് പറയുന്നതാണ്. കർത്താവ് പറയുകയാണ്, ഈ ആണ്ടിൽ കൂടെ നിൽക്കട്ടെ. മേലാൽ കായ്ച്ചെങ്കിലോ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ഫലം കായ്ക്കാത്തതിൻ്റെ കാരണം തിരക്കി വരുന്ന ഒരു ദൈവമുണ്ട്. ഫലം തരാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്.
മദ്യപാനാസക്ത രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ വഴിയിൽ കൂടെ നടന്നു വരുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവം നിന്റെ കൂടെ നിനക്ക് കാവലൊരുക്കി നിനക്ക് ഗാർഡനറായി തോട്ടക്കാരനായിരിക്കുന്ന ദൈവമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഹ്യൂസ്റ്റൺ പള്ളിയിൽ അച്ഛനായിരിക്കുന്ന സമയത്ത് ഒരു 40 വർഷം മുമ്പ് അവിടെ പോയ ഒരു ആൻറ്റി ഒരു കഥ പറയുക, അവരുടെ ജീവിത കഥ. അവരൊരു വലിയ സാക്ഷ്യമാണ്. 40 വർഷമായച്ചാ ഞാനിവിടെ വന്നിട്ട് ഈ 40 വർഷത്തെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞാൽ ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറയാൻ വാക്കുകളില്ല ചാ എന്ന് പറഞ്ഞ് അവരൊരു പ്രാർത്ഥനാ യോഗത്തിൽ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. വീട്ടിൽ നമ്മുടെ മധ്യതിരാങ്കൂറിലൊരു ദേശത്തു നിന്ന് പോയാണ്. അപ്പനൊരു കൂലിപ്പണിക്കാരനാണ്. ആ വീട്ടിൽ 8 പിള്ളേരാണ്. ഏറ്റവും മൂത്ത പെൺകുട്ടിയാണ്. ബാക്കി 4 പെൺകുട്ടി താഴെ, ബാക്കി ആൺപിള്ളേർ. ഇവളെ ANM പഠിച്ചു. അപ്പൻ ഈ കൂലിപ്പണിക്ക് പോവും. ANM ആ ദേശക്കാരെല്ലാം പഠിച്ചു, നേഴ്സിംഗ് ആണ് ഏറ്റവും ANM കോഴ്സ്. ഇവളെയും അത് പലരുടെ സഹായം കൊണ്ടാണ് പഠിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് ഡൽഹിയിൽ ജോലിക്ക് പോയി. ഡൽഹിയിൽ ജോലിക്ക് പോകുമ്പോൾ ഈ ആൻറ്റി എന്ന് പറഞ്ഞൊരു കാര്യം, ഒന്ന് പ്രാർത്ഥിച്ചു വിടാൻ ആരും ഞങ്ങളുടെ കൂരപ്പരയെ വന്നില്ല. ഞങ്ങളുടെ വീടൊരു വലിയ മലയുടെ മണ്ടയ്ക്കാണ്. അന്ന് വണ്ടിയോ ഒന്നും വരില്ല, നടപ്പാതെ വരണം. പലരെയും സമീപിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു വിടാൻ വന്നില്ല. എൻ്റെ അപ്പൻ അന്ന് കൂലിപ്പണിക്ക് പോയില്ല. കൂലിപ്പണിക്ക് പോയില്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും. പക്ഷെ എൻ്റെ അപ്പം പോയില്ല. എന്നെ വിടാൻ വേണ്ടി ചെങ്ങന്നൂര് വരെ എൻ്റെ അപ്പം വന്നു. ഈ അപ്പം പ്രാർത്ഥിച്ചത് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. എൻ്റെ കയ്യിലൊരു വേദപുസ്തകം തന്നു. പ്രൈസ് ദി ലോർഡ്. തിയോളജി പഠിച്ചിട്ടുള്ള ആളല്ല, ഒരു കുഞ്ഞിന് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ്. എന്നിട്ട് പറഞ്ഞ് ഈ പാട്ട് ഇസ്രയേലിൻ കാവൽക്കാരൻ നിൻ്റെ കൂടുണ്ട്, അഗ്നിമേഘത്തൂണുകളാൽ നടക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെ കാത്തോണേ. അപ്പനും അമ്മയും കരഞ്ഞ്, കൊച്ചു പിള്ളേർ തല ഉള്ള ആളുകൾക്കൊന്നും അതറിയത്തില്ല. എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ ഡൽഹിയിൽ ചെന്നു. 3-4 വർഷം വർക്ക് ചെയ്തു. കൊച്ചു പൈസ ഞാൻ അയച്ചു കൊടുക്കും. അപ്പോഴാണ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം അമേരിക്കയ്ക്ക് പോന്നു. പല നേഴ്സുമാരും പോയി. അന്നാർക്കും പോകാവുന്ന സമയമാണ്. അങ്ങനെ എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരാൾ പറഞ്ഞു, നിനക്കും അമേരിക്കയിൽ പോകാം. അങ്ങനെ ക്രമീകരണമായി അമേരിക്കയുടെ വിസ വന്നു. പോവാണ്. ചുരുക്കി പറയട്ടെ, അപ്പൻ അതുപോലെ അന്ന് ഈ കൂലിപ്പണിക്കാരൻ അപ്പൻ അന്നും പ്രാർത്ഥിച്ചു, കർത്താവേ ഇത് ഡൽഹിയല്ല, എൻ്റെ ഭൂപടത്തിലൊന്നുമല്ല, എനിക്ക് പേര് പോലും ഉച്ചരിക്കാൻ പറ്റാത്ത സ്ഥലത്തേക്കാണ് എൻ്റെ കുഞ്ഞു പോകുന്നത്. എൻ്റെ കുഞ്ഞിന് കൂട്ടുകൂടാൻ ആരുമില്ല. അവൾക്ക് ഭാഷ അറിയത്തില്ല, ഇംഗ്ലീഷ് ഭാഷ അറിയത്തില്ല. നീ അവിടെ കൂടെ പോകണമേ. അപ്പം പ്രാർത്ഥിച്ചു വിട്ടു. അങ്ങനെ ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ഈ ആൻറ്റി പറയുന്ന അന്ന് കപ്പൽ കയറിയാണ് പോയത്. അങ്ങനെ കപ്പൽ കയറി ആ ദേശത്ത് ആദ്യമെത്തി. പക്ഷെ ഒരു അഡ്രസ്സുണ്ട്. ഈ അഡ്രസ്സാണ് ഹോസ്പിറ്റലിൻ്റെ അഡ്രസ്സ്, ഫോൺ നമ്പരും ഉണ്ട്. വിളിച്ചെല്ലാം റെഡിയാക്കിയിട്ടാണ് പോയത്. ആ ദേശത്ത് അമേരിക്കയുടെ പ്രദേശത്ത് ഇറങ്ങി US ഇറങ്ങി കാത്തിരിക്കുകയാണ്. ഈ ഫോണൊന്നും വിളിച്ചിട്ട് ആളുകൾ എടുക്കുന്നില്ല. വരാം കാത്തിരിക്കുമെന്ന് പറഞ്ഞ ആളുകൾ വന്നില്ല. ഈ കൊച്ചു പെൺകുട്ടി എന്ത് ചെയ്യും? ആ അന്യദേശത്ത് എന്ത് ചെയ്യും? അവളിങ്ങനെ നിലവിളിക്കുകയാണ്. ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ കരയുന്നത്? അവൾ ഈ അഡ്രസ്സ് മാത്രം കാണിക്കുകയാണ്. ഈ ഫോൺ നമ്പറിൽ അവർ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നൊന്നുമില്ല. രാത്രിയോടടുക്കാൻ പോവുകയാണ്. 3 മണിയായി. അവൾ 8 മണിക്ക് അവിടെ വന്നതാണ്. 3 മണി വരെ ഇവൾ ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ വിളിക്കാതെ വിഷമിച്ചിരിക്കുകയാണ് ഈ അഡ്രസ്സും കൊണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ അവളെ സമീപിച്ചിട്ട് ചോദിച്ചു, വൈ ആർ യു ക്രൈങ്? നീ എന്തിനാ കരയുന്നത്? അവനൊരു ആഫ്രോ അമേരിക്കനാണ്. കറമ്പൻ എന്ന് പറയും, ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്, ആഫ്രോ അമേരിക്കൻ. അവൻ ചോദിച്ചു, ഈ സ്ഥലത്തോട്ടാണ് ഞാൻ പോകുന്നത്, ഈ സ്ഥലത്തോട്ടാണ് പോകുന്നത്. എൻ്റെ വീടും കഴിഞ്ഞ് ഒരു 2 മണിക്കൂടെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ സ്ഥലത്താകും. ഞാൻ നിന്നെ കൊണ്ടാക്കാം, നീ വരുന്നോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തെ. ഒരു യൗവനക്കാരി പെങ്കൊച്ച് ആ അന്യദേശത്ത്, ആരും അറിയാത്ത ദേശത്ത് ഒരു ആഫ്രോ അമേരിക്കൻ്റെ കൂടെ പോകുമ്പോൾ എന്തൊക്കെ അവൾ ചിന്തിക്കാം. അവൾക്ക് സുരക്ഷിതമില്ല. അവൾ പറയുന്നു, ആൻറ്റി പറയുന്നു, ഞാൻ വരാം. ഉള്ളിൽ തീയാണ്. ഇവൾ ആദ്യം ആ വണ്ടിയെ കയറി തുറന്നത്. അവളുടെ കയ്യിലിരുന്ന വേദപുസ്തകം എടുത്ത് എന്താണെന്നറിയാമോ, ഒരു പാട്ട് അപ്പം പറഞ്ഞ് കുടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പന് ഇഷ്ടമുള്ള പാട്ടാ. ഇസ്രായേലിൻ
കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവായൻ പാലാകൻ താൻ, ഇല്ലെനിക്കൂ ഖേദമൊട്ടും. ഈ പാട്ടിന്റെ വരികള് അപ്പൻ ഇഷ്ടമായതുകൊണ്ട് അവളെ കുറിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവളിങ്ങനെ പോവുകയാണ്, മുൻപോട്ട് പോയി സുഹൃത്തെ. ഇങ്ങനെ രാത്രി 9 മണി കഴിഞ്ഞു. 10 മണിയായപ്പോൾ അവൾ പറഞ്ഞു, ഇനി 1 മണിക്കൂറുടെ 2 മണിക്കൂറുടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അവിടെ സ്ഥലത്തെത്താമെന്ന് പറഞ്ഞു. 9:30-10 മണി കഴിഞ്ഞപ്പോൾ ഇവളുടെ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ ഈ മനുഷ്യൻ, ആളുകൾ തെറ്റിദ്ധരിക്ക് ഇവർ മോശക്കാരാണ്, ഈ കറമ്പന്മാർ ആളുകളെ കൊല്ലുന്നവരാണ്, വെടിവെച്ച് കൊല്ലുന്നവനാണ്, ശത്രുവിന്റെ പാളയത്തിൽ മേശയൊരുക്കിയ ദൈവം. അവളെ ഇറക്കി വിട്ടു അവിടെ. എന്നിട്ട് പറഞ്ഞു താങ്ക് യു. അപ്പോൾ പറഞ്ഞു, ഞാൻ പോവാ സിസ്റ്ററെ, എൻ്റെ വീടിനെയും തിരിച്ച് ഞാൻ 2 മണിക്കൂർ തിരിച്ച് ഡ്രൈവ് ചെയ്യണം, എൻ്റെ വീടിന് മുന്നേ കൂടെ വന്നത്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് അവൾ പോയി. 40 വർഷം മുമ്പ് ആ അന്യരാജ്യത്ത് കാവലായി നിന്ന ദൈവത്തെ അവൾ സ്തുതിച്ചു. ആൻറ്റി പറയുകയാണ്, എൻ്റെ താഴെയുള്ള സഹോദരിമാരെയെല്ലാം കെട്ടിച്ചു, എൻ്റെ സഹോദരന്മാർക്കെല്ലാം വീട് വെച്ചു. ഇന്നെല്ലാവരും ഈ US-ന്റെ പ്രദേശത്ത് എന്നോടൊപ്പം താമസിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഓ, ദൈവം ചെയ്തത് എത്ര വലിയ, ദൈവത്തിന്റെ കാവൽ എത്ര വലുതാ സുഹൃത്തെ. പണം കിട്ടിയോന്നല്ല ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ കാവൽ. എനിക്ക് കഴിവില്ല, എനിക്ക് ഫലം കൊടുക്കാൻ പറ്റുന്നില്ല, ഞാൻ പൊട്ടയാണല്ലോ, ഞാൻ ബുദ്ധിയില്ലാത്തവളാണല്ലോ, എനിക്ക് എൻ്റെ അമ്മ ഉദ്ദേശിച്ചതിൻ്റെ അത്രയും പൊങ്ങാൻ പറ്റിയില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിന്നെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന, നിന്നോടൊപ്പം ചേർത്തിരുന്ന മകനെ മകളെ വിഷമിക്കണ്ട എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. ആ പാട്ടിൻ്റെ വരികളൊന്ന് പാടട്ടെ. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. അറിയാവുന്നൊരു ചേർന്ന് പാടിക്കട്ടെ. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവായൻ പാലാകൻ താൻ, ഇല്ലെനിക്കൂ ഖേദമൊട്ടും. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും മൻഗിരിയിൽ, എൻ സഹായം വാനം. പ്രൈസ് ദി ലോർഡ്. അഖിലം വാഴും യഹോവയിൽ, ഇസ്രായേലിൻ കാവൽക്കാരൻ. Praise the Lord. You are planted differently, you are fertilized differently. മൂന്നാമത്തെ ലാസ്റ്റ് മെഡിറ്റേഷൻ, ഡിഫറൻറ്റ്ലി എക്സ്പെക്റ്റഡ്. വ്യത്യസ്തമായി നിന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. നിന്നെ വ്യത്യസ്തമായി നട്ടു, വ്യത്യസ്തമായി വളമിട്ടു. ഒരു കണ്ടീഷൻ, വ്യത്യസ്തമായി നിന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ യജമാനൻ പോയിട്ട് എന്തുവാ ഈ തോട്ടക്കാരൻ ഈ അത്തിവൃക്ഷത്തോട് പറഞ്ഞത് എന്ന് നമുക്കറിയത്തില്ല. അത്തിവൃക്ഷത്തോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കാണും. ദർസ് എ ഡയലോഗ്. ഞാൻ പറഞ്ഞല്ലോ, പാരബിൾ അൺഎൻഡിങ് സ്റ്റോറിയാ, തീർന്നിട്ടില്ല. അത്തിവൃക്ഷത്തോടുള്ള സംഭാഷണം എന്തായിരിക്കും? അത്തിവൃക്ഷത്തോട് പറയും, നോക്കൂ, നിന്റെ സമയമെടുത്തു, എനിക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, നിനക്കൊരു ഫലം തരാൻ പറ്റുമോ? ദേവാലയത്തിന് കൊടുക്കണം യജമാനന് ഫലം. ഏത് ഫലം? അപ്പം അത്തിവൃക്ഷം പറഞ്ഞു കാണും, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നെയും കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നെയും കൊണ്ട് പറ്റുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മോൻ എന്നോട് പറഞ്ഞതാ, പപ്പാ എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഞാൻ ഒത്തിരി പഠിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് മലയാളം ഓർമ്മയിൽ നിൽക്കുന്നില്ല, എനിക്കല്ലേ ഭാഷ ഓർമ്മയിൽ നിൽക്കുന്നില്ല. അപ്പൊ പറയും, നിനക്കൊരു എബിലിറ്റി ഉണ്ട് മോനെ, നിനക്കൊരു കഴിവുണ്ട് മോനെ, അപ്പാ നിന്റെ കൂടെ ഇരിക്കാം. ദാറ്റ്സ് എ ഡയലോഗ്. ഭയങ്കര ഡയലോഗാ അല്ലേ? ഈ ഡയലോഗ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യൂ. അത്തിവൃക്ഷം ഇങ്ങനെ നിൽക്കുകയാണ്. ഓ, അപ്പം അത്തിവൃക്ഷത്തോടെ യജമാനൻ പറഞ്ഞതൊക്കെ ഉണ്ട്. എന്താ? യു വേസ്റ്റഡ് ദ ലാൻഡ്. നീ നിലത്തെ നിഷ്ഫലമാക്കി,
3 ആരോപണമാണ് യജമാനൻ പറഞ്ഞത്. നീ നിലത്തെ നിഷ്ഫലമാക്കി, യു വേസ്റ്റ് ദ റിസോഴ്സസ്, നീ ഇതിന്റെ വളത്തെ എല്ലാം നിഷ്ഫലമാക്കി, യു ലൂസ് ദ പോസിബിലിറ്റി ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ സാധ്യതയെ നീ കളഞ്ഞു. റൈറ്റ്? ബാരൻ ഫിഗ് ട്രീ മേക്ക് ദ ബാരൻ ലാൻഡ്. ഈ ദേശത്തെ മോശമാക്കി, നിനക്ക് തന്ന സാധ്യതകളെ നീ നഷ്ടപ്പെടുത്തി. മാത്രമല്ല മറ്റൊരാളുടെ സാധ്യതയൂടെ നീ നശിപ്പിച്ചില്ലേ? ഇങ്ങനെ കരഞ്ഞ് തളർന്നു നിന്നപ്പോൾ തോട്ടക്കാരൻ എന്ന് പറയുക, മോനെ അത്തിവൃക്ഷമേ, ഞാൻ നിന്റെ കൂടെ നിൽക്കാം, ഞാൻ നിന്റെ കൂടെ നിൽക്കാം. നീ ഒരു ഫലം കർത്താവിന് വേണ്ടി തരുമോ? ഞാൻ നിന്റെ കൂടെ നിൽക്കാം. ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇങ്ങനെ വേദന അനുഭവിക്കുന്നവനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. കൽവറിയിൽ എനിക്ക് വേണ്ടി രക്തം ഊറ്റി തന്ന എൻ്റെ കർത്താവിൻ്റെ കൂടെ ചേർന്ന് നിൽക്കും. നിന്റെ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നിന്റെ കൂടെ ചേർന്ന് നിൽക്കും. നീ അനാഥനല്ല കുഞ്ഞെ, നീ സനാഥനാണ്. നിന്റെ കൂടെ കർത്താവുണ്ട് സുഹൃത്തെ. നീ വിഷമിക്കല്ലേ, നീ കരയല്ലേ. നിന്റെ കരഞ്ഞാൽ, അത്തിവൃക്ഷം കരഞ്ഞാൽ ഈ തോട്ടക്കാരനും കരഞ്ഞു പോകും. എനിക്ക് സഹിക്കാൻ വയ്യ, നിന്റെ കൂടെ ഞാൻ നിൽക്കാം. യജമാനൻ ഇവനെ മോശമായി കണ്ടപ്പോൾ തോട്ടക്കാരൻ ഇവനെ കെട്ടിപ്പിടിച്ചു, ചേർത്ത് നിർത്തി. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11 വാക്യങ്ങൾ കാണാതെ പോയ മകനെ പറ്റിയാണ്. അവനെല്ലാം ദൂരദേശത്തേക്ക് പോയി. എന്താ 11 വാക്യം മുതൽ വായിക്കുന്നത്? നാനാവിധമാക്കി കളഞ്ഞു. പന്നിയുടെ ഭക്ഷണം കഴിച്ചു, എല്ലാം തകർന്ന് തരിപ്പണമായി. അവൻ വീട്ടിലേക്ക് വരുന്ന വഴി, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. അടുത്തത് അവൻ മനസ്സിൽ പറഞ്ഞതേ ഉള്ളൂ, അപ്പനോട് പറഞ്ഞില്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തരെ പോലെ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞു. അവൻ വാപൊത്തിക്കളഞ്ഞപ്പൻ. നീ അത് പറയരുത്. നീ എൻ്റെ കൂലിക്കാരനല്ല, നീ എൻ്റെ അടിമയല്ല, നീ എൻ്റെ മകനാണ്. അവൻ പറയുകയാണ്, അതിനുള്ള യോഗ്യത എനിക്കില്ല, എനിക്ക് യോഗ്യതയില്ല. എന്താണ് അപ്പം പറയുന്നത്? കൂലിക്കാരെന്ന് പറഞ്ഞാൽ ഹയർഡ് ലേബറാണ്, വിത്തൗട്ട് നോട്ടീസ് പിരിച്ചുവിടാവുന്ന ആളുകളാണ്. അവൻ പറയുന്നത് അടിമയല്ല, ഒരു കൂലിക്കാരനെ പോലെ ആക്കണമെന്നാണ്. അടിമ എന്ന് പറഞ്ഞാൽ ഇച്ചിരി അവകാശമുള്ള ആളാണ്, വീടിനോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. അപ്പം പറയുക, നീ കൂലിക്കാരനല്ല, നീ അടിമയുമല്ല, നീ മകനാണ്. അതുകൊണ്ടാണ് അവൻ ഉടുപ്പ് കൊടുത്തത്, അതോറിറ്റി ഹോണർ ചെയ്തത. അതുകൊണ്ടാണ് അവന് മോതിരം കൊടുത്തത്, പവർ ഓഫ് അറ്റോണിയാണ് അവൻ. അതുകൊണ്ടാണ് അവന് ചെരുപ്പ് കൊടുത്തത്. ചെരുപ്പിടാത്തവർ അടിമകളാണ്. ചെരുപ്പില്ലാത്തവരെ കണ്ടാൽ ഓർത്തോണം, അവര് സ്ലേവ്സ് ആണ്. എന്നാൽ നീ സ്ലേവ് അല്ല, നീ ആരാണ്? പുത്രനാ. ലൂക്കോസ് 19 സക്കായി ജീവിതത്തിന്റെ വേദനയുടെ അനുഭവത്തിൽ നിന്നപ്പോൾ പറയുകയാണ്, നീ അബ്രഹാമിന്റെ പുത്രനാണ്. ചേർത്ത് നിർത്തി പറയുകയാണ്, നീ ആരാണ്? നിനക്ക് കഴിവുണ്ട്. ഡ്രിൽ ദ ലാൻഡ്, നിലത്തെ കുഴിച്ച് ചുറ്റും വളമിട്ട് അവൻ ചേർത്ത് നിർത്തി. ഇങ്ങനെയുള്ളൊരു ദൈവമാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ കന്യകമറിയപ്പനെ പറ്റി ധ്യാനിക്കത്തില്ലേ? അവളുടെ പാട്ട്, എലിസബത്തിനെ അവൾ കണ്ടു. എ ന്യൂ ജേർണി, പുതിയ ഭാഷയാണ് എലിസബത്ത് പറഞ്ഞ, ന്യൂ ഡയലക്ട്, എ ന്യൂ സോങ്. എന്താ പാട്ട്? താണവരെ ഉയർത്തുന്ന ദൈവമാ എൻ്റെ ദൈവം, എനിക്കെല്ലാം നൽകുന്ന ദൈവമാ, അസാധ്യതകളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവമാ. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഒരു 10-20 വർഷം മുമ്പ് നിങ്ങൾ സ്വപ്നം കണ്ട ദേശത്താണോ നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങളുടെ മക്കളെ പറ്റി സ്വപ്നം കണ്ട സാധ്യതയാണോ നിങ്ങൾക്കുള്ളത്? ഞാൻ ചെയ്ത നന്മകൾക്കൽ അപ്പുറം ദൈവം എന്നെ കരുതി, ദൈവം എന്നെ നടത്തിയല്ലേ? ദൈവം എന്നെ കരുതി നടത്തി ചേർത്ത് വെച്ചൊരു ദൈവമാണ്. നമ്മൾ ഓർക്കൂ, മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 1 മുതൽ 16. 9-ാം മണി നേരത്ത്, 11-ാം മണി നേരത്ത്, 3-ാം മണി നേരത്ത് വന്നവൻ, അവസാനം വന്നവൻ. അവിടെ പറഞ്ഞിരിക്കുന്നത്, വഴിയിൽ മെനക്കെട്ട് നിൽക്കുന്നവർ. അവരോട് ചോദിക്കുന്നുണ്ട് രാജാവ്, നിങ്ങൾ എന്തിനാ മെനക്കെട്ട് നിൽക്കുന്നത്? ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കുന്നില്ല. ഐ എം നോട്ട് ഏബിൾ. കൂലിക്ക് വിളിക്കാൻ യോഗ്യതല്ലാത്തവന്റെ മാനദണ്ഡത്തിൽ കൂലി നിശ്ചയിച്ച ദൈവമാണ് ഈ യജമാനൻ. അവന്റെ പേരിലാണ് 3-ാം മണി നേരത്ത് വന്നവന് ഒരു വെള്ളിക്കാശ് കൊടുത്തു. റൈറ്റ്.
മാർജിൻ ആസ് ദ സെൻറ്റർ. തഴഞ്ഞവനെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമാണ്. അവൻ എങ്ങനെ ഫലം കായ്ക്കാതിരിക്കും? അടുത്ത വർഷം വരുമ്പോൾ, അടുത്ത വർഷം യജമാനൻ വരുമ്പോൾ, 7-ാം വർഷം വരുമ്പോൾ ഒരു കൊട്ട ഫലം ദൈവത്തിന് നൽകാൻ അവന് കൊണ്ടുവരും. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. യു ആർ പ്ലാന്റഡ് ഡിഫറൻ്റ്ലി, യു ആർ ഫെർട്ടിലൈസ്ഡ് ഡിഫറൻ്റ്ലി, യു ആർ റെസ്പെക്റ്റഡ് ഡിഫറൻ്റ്ലി. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇത് അന്ത്യകാലം. നമ്മൾ പ്രവാസികളാണ്. പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രവർത്തിക്കാനൊരുങ്ങിയിരിക്കുന്ന ആളുകളാണ്. മാറി നിൽക്കുന്നവരല്ല. യേശു കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ വരവിന് മുമ്പ് യേശു വിശേഷത്തെ കർത്താവിന് വേണ്ടി അനേകർക്ക് വേണ്ടി നേടുന്ന നല്ല ഫലങ്ങൾ കൊടുക്കുന്നവരായി തീരണം. ഒരു സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. കർത്താവിന് വേണ്ടി കൊടുത്ത ഏറ്റവും നല്ല ഫലത്തെ പറ്റിയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. കരോൾ ബാഗ് മർത്തോമ ചർച്ചിൽ ഡോക്ടർ ഷെയ്ൻ സാം മാത്യുവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എലിസബത്ത് മാത്യു ദമ്പതികളുടെ മകനാണ്. അവൻ കോളേജിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് മെഡിസിനൊക്കെ പഠിച്ചു കഴിഞ്ഞ് അവൻ്റെ അപ്പനും അമ്മയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച കുഞ്ഞാണ്. ഈ ഡോക്ടർ പഠനത്തിന് മുമ്പ് പോകുന്നതിന് മുമ്പ് അവൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു ദൈവാവസരം തന്നാൽ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി നല്ല ഡോക്ടറായിട്ട് എൻ്റെ ഫലങ്ങളെ കൊടുക്കും. അമ്മ അവനെ ഉറപ്പിച്ചു. അവൻ്റെ പഠനമെല്ലാം പൂർത്തീകരിച്ചു. അത് കഴിഞ്ഞ് അവൻ്റെ കോളേജിൽ ചെന്നപ്പോൾ ഉള്ള ഡോക്ടർമാർ, പ്രൊഫസേഴ്സ് അവനോട് പറഞ്ഞു, ഷെയ്നെ, ഈ വർഷം നമുക്ക് ആളില്ല. ലൈബീരിയ എന്ന് പറയുന്ന സ്ഥാനത്ത് മിഷൻ വർക്കിന് പോകാൻ ആളില്ല, നിനക്ക് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ വരാം. ഞാൻ അമ്മയോടൊന്ന് ചോദിക്കട്ടെ, ഡാഡിയോടൊന്ന് ചോദിക്കട്ടെ. ഫോൺ വീട്ടിൽ വന്ന് അമ്മയോട് ചോദിച്ചു, ഡാഡി, മമ്മി വേണ്ട കോളേജിൽ നിന്ന് പറയുന്നു ലൈബീരിയയിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. കർത്താവിന് വേണ്ടി ആദ്യമായി ഞാൻ ശുശ്രൂഷ ചെയ്യാൻ പോവുകയാണ്. നീ പോകും മകനെ. അവനെ പ്രാർത്ഥിച്ച് യാത്രയാക്കി. കഴിഞ്ഞ വർഷം എലിസബത്ത് ആൻറ്റി ഡൽഹിയിൽ നിന്ന് ഇവനെ ആ എയർപോർട്ടിൽ യാത്രയാക്കുന്ന ചിത്രം എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവൻ പോയി. കഴിഞ്ഞ 2 വർഷം മുമ്പ് അവൻ പോയി. ലൈബീരിയ എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിലെ ഒരു ഇരുണ്ട സ്ഥലമാണ്. ഒരിക്കൽ പോലും ഗുണമില്ലാത്ത ഒരു സ്ഥാനം. ആഭ്യന്തര യുദ്ധങ്ങളാണ് അവിടെ എബോള എന്ന രോഗം ബാധിച്ച് ഒത്തിരി പേര് മരിച്ച സ്ഥാനമാണ്. 100,000 പേർക്ക് 2-3 ഡോക്ടർമാരെ അവിടെ ഉള്ളൂ. അവനവിടെ പോയി. അവനൊരു ഗ്രാമത്തിൽ അവനെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവൻ്റെ കൂടെ 2 ഡോക്ടർമാരുണ്ട്. അവൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. അവിടെ കറണ്ട് ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ല. അതുകൊണ്ട് ഗവൺമെൻറ് അവർക്ക് വേണ്ടി ഒരു ജനറേറ്റർ കൊടുത്തിട്ടുണ്ട്. ക്വാർട്ടേഴ്സിനകത്ത് ജനറേറ്റർ. രാവിലെ മുതൽ വൈകിട്ട് വരെ MOP നടത്തണം. ഈ കൂടെയുള്ള 2 ഡോക്ടർമാർ ശനിയും ഞായറും അവധിയെടുക്കും. അവരെന്ത് ചെയ്യുന്നറിയാമോ? ലൈബീരിയ ടൗണിൽ പോയി ലോഡ്ജിൽ താമസിച്ച് ഭക്ഷണമൊക്കെ നല്ലത് കഴിച്ച് ആ ടൗണിൽ ആസ്വദിച്ച് തിങ്കളാഴ്ച രാവിലെ എത്തും. ഇവൻ ചെന്ന നാൾ മുതൽ ഒരിക്കൽ പോലും പോയിട്ടില്ല. അവൻ പറയുന്നത്, എൻ്റെ കാലയളവ് മുഴുവൻ അവധിയെടുക്കാതെ എൻ്റെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. അന്ന് 1 വർഷം കഴിഞ്ഞ ദിവസം ഒരു ശനിയാഴ്ച എൻ്റെ കൂട്ടു ഡോക്ടർമാർ പറഞ്ഞു, ലൈബീരിയയിൽ ഞങ്ങൾ പോവാം, ഷെയ്നെ നീ വരുന്നോ? വരുന്നില്ല. അവൻ OP പോയി. ധാരാളം ആളുകളെ ശുശ്രൂഷിച്ചു. രാത്രി 11 മണി വരെ OP നീണ്ടു. ധാരാളം ആളുകൾ എബോളയൊക്കെ മരിച്ച് കിടക്കുകയാണ്, രോഗബാധിതരായി കിടക്കുകയാണ്. തിരിച്ചു വീണു. വീട്ടിൽ വന്നു, ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. 1 മണിയായപ്പോൾ ഭക്ഷണം കഴിച്ച് കിടന്നു. ജനറേറ്റർ ഓൺ ചെയ്ത് ഇലക്ട്രിസിറ്റിയിലാണ് ഇതെല്ലാം നടത്തുന്നത്. ഉറക്കത്തിലെപ്പോഴോ 3 മണിക്ക് ഇവൻ ഞെട്ടി ഉണരുകയാണ്. നോക്കിയപ്പോൾ ജനറേറ്ററിൽ നിന്ന് തീ പിടിച്ചു. അവൻ്റെ ക്വാർട്ടേഴ്സ് മുഴുവൻ കത്തുവാണ്. ആ പുക കൊണ്ട് ഇവൻ മയങ്ങിപ്പോയി. ഇറങ്ങി ഓടാൻ പറ്റിയില്ല. ഇവൻ ആ വെപ്രാളത്തിനിടയ്ക്ക് അവൻ്റെ അമ്മയെ അതിനു മുമ്പ് വിളിക്കുന്നുണ്ട്. മണിക്കൂറിന് മുമ്പ് വീട്ടിൽ വന്നപ്പം വിളിക്കുന്നുണ്ട്. ഈ മൊബൈൽ ഇവൻ ഗ്ലാസ് കൊണ്ട് കൈ കൊണ്ട് തല്ലി ഗ്ലാസ് പൊട്ടിച്ച് വെളിക്കളഞ്ഞു. ആ അഗ്നിഗോളത്തിൽ ഡോക്ടർ ഷെയ്ൻ സാം മാത്യു എരിഞ്ഞടങ്ങി. ദിവസങ്ങൾ ശേഷം ഡാഡി മമ്മി എത്തി. ഇവൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഒരു ബോക്സിനകത്ത് വാങ്ങി കരോൾ ബാഗ് മർത്തോമ പള്ളിയുടെ സെമിത്തേരിയിൽ കൊണ്ടടക്കി. ഭയങ്കര ദുരന്തമായി പോയി. നാട്ടുകാർ പറഞ്ഞു,
എന്തിനാ വിട്ടത്? അവൻ്റെ അമ്മ പറഞ്ഞു, കർത്താവിന് സമർപ്പിക്കുമ്പോൾ ഇങ്ങനെ വേണം സമർപ്പിക്കാൻ. അവൻ്റെ സാധ്യത മുഴുവൻ കർത്താവിന് കൊടുത്തു. 1 വർഷം കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മ അവൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ പേരാണ് ഫയർഫ്ലൈ, മിന്നാമിനിങ്. അതിലവൻ്റെ ചരിത്രം പറയുന്നുണ്ട്. ഹൈമാസ് ലൈറ്റ് അല്ല, ഒരു കൊച്ചു വെളിച്ചം. ഈ കൂരിരുട്ടിൽ, കൂരിരുട്ടിൽ ഒരു കുഞ്ഞു വിളക്ക്. അവൻ്റെ ജീവിതം കർത്താവ് ഇന്ന് അവൻ ദൈവസന്നിധിയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ച അവൻ്റെ അമ്മ എലിസബത്ത് ആൻറ്റി എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ ഇന്ന് മോൻ സ്വർഗത്തിൽ 3-ാം വർഷമാണ്. മരിച്ചുപോയെന്നല്ല പറയുന്നത്, ഇന്ന് 3-ാം വർഷമാണ്. കർത്താവിൻ്റെ കാഹളധ്വനിയിൽ കർത്താവ് 2ാമത് വരുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ഞാനും കാണും. എന്തൊരു ഭാഗ്യമാ സുഹൃത്തെ. യു ആർ പ്ലാന്റഡ് ഡിഫറൻ്റ്ലി കേട്ടോ. വ്യത്യസ്തമായി നട്ടിരിക്കുക കേട്ടോ. സാധ്യത പർപ്പസോടുകൂടിയാണ് നട്ടിരിക്കുന്നത് കേട്ടോ. സാധ്യതകളും എബിലിറ്റിയും തന്നാണ് നട്ടിരിക്കുന്നത്. ഫെർട്ടിലൈസ് ഡിഫറൻ്റ്ലി, വ്യത്യസ്തമായി വളമിട്ടിരിക്കുക. നീ ഫലം കായ്ക്കാൻ ഒരു ഗാർഡനറിനെ നിനക്ക് തന്നിട്ടുണ്ട്. കാവലുണ്ടെല്ലായിടത്തും. ദൈവത്തിൻ്റെ കാവൽ നീ അനുഭവിക്കുന്നുണ്ട്. നിന്നിൽ നിന്ന് അതുകൊണ്ട് വ്യത്യസ്തമായി പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ജീവിതം കൊണ്ട് എന്ത് നീ കർത്താവിന് വേണ്ടി കൊടുക്കും? ഒരു ഭക്തൻ പാടിയ പാട്ട് പാടട്ടെ. യേശുവൻ പക്ഷമായി തീർന്നതിനാൽ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, കർത്താവിൻ്റെ വരവേറ്റും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവനോടൊപ്പം ചേർന്ന് നല്ല ഫലങ്ങളെ കായ്ക്കാൻ നമുക്ക് സാധിക്കാം. യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ പൂവിൽ വാസം. യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ പൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ പാർത്തിടും നാൾ. എത്ര മോദം പാർത്തലത്തിൽ പാർത്തിടും നാൾ. ഈ ലോകരാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പാരിഹാസ മോദിയാലും, ഈ ലോകരാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പാരിഹാസം ഓതിയാലും, എൻ പ്രാണനാഥൻ പോയതായ പാദമതി. എൻ പ്രാണനാഥൻ പോയതായ പാദമതി. യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ പൂവിൽ വാസം. യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ പൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ പാർത്തിടും നാൾ. എത്ര മോദം പാർത്തലത്തിൽ പാർത്തിടും നാൾ. വേഗം വരാമെന്നുരച്ചനാഥ, കാത്തു കാത്തു കണ്ണുകൾ മങ്ങിടുന്നേ. വേഗം വരാമെന്നുരച്ചനാഥ, കാത്തു കാത്തു കണ്ണുകൾ മങ്ങിടുന്നേ. എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ. എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ. യേശുവൻ പക്ഷമായി. കർത്താവ് നിങ്ങളെ ഇന്ന് രാത്രി വിളിക്കുക. ഈ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാൻ താല്പര്യമുള്ളവര് പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. യേശുവന്റെ പക്ഷമായി തീർന്നതിനാൽ എന്തൊരാനന്ദം ഈ ഭൂവിൽ വാസം. ഈ ജീവിതം എത്ര ഭാഗ്യമുള്ള സുഹൃത്തെ. യേശുവിന്റെ കൂടെ നിന്നാൽ ഈ സുവിശേഷത്തെ പരിക്കുന്നതിൽ ലജ്ജയില്ല. ഈ സുവിശേഷം ബലപ്പെടുത്തുന്നതാണ്. ഈ നാമം ബലപ്പെടുത്തുന്നതാണ്. ഫലമില്ലാതെ വിഷമിക്കുന്നതാണോ? നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ.
എന്നെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി നിന്റെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കുമോ? ക്യാൻ യു സബ്മിറ്റ് യുവർ ലൈഫ് ടു ദ ലോർഡ് ജീസസ്? നാഥാ, ഒന്നുമില്ല നാഥാ, ഒന്നുമില്ല, എത്ര നോക്കിയിട്ടും സാധിക്കുന്നില്ല എൻ്റെ പാപക്കറകൾ. എന്നാൽ നിന്റെ പുണ്യരക്തത്താൽ എന്നെ നീ കഴിയല്ലോ, അത് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയുക, വീണ്ടും ഞാൻ വിശ്വസിക്കുന്നു നാഥാ, എന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുന്നു. എൻ്റെ പാപക്കറകളെ മാറ്റി ഒരു ഫലം എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യമായി എൻ്റെ കുഞ്ഞിനെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ സാധ്യതകൾ സമർപ്പിക്കുന്നു. കോവിഡിൻ്റെ മഹാമാരിയിൽ എൻ്റെ ജീവൻ പോകാമായിരുന്നു. എത്രയോ ബലവാന്മാർ നഷ്ടപ്പെട്ടപ്പോൾ ജീവനോടെ ഞാൻ നിൽക്കുന്നത് ഹല്ലേലൂയ നിന്റെ ബലം ഒന്നുകൊണ്ട് മാത്രം എന്നെ ഞാൻ സമർപ്പിക്കുന്നു പൂർണ്ണമായി. ഈ ഗാനം ഒന്നുകൂടെ ഞാൻ പാടാം. ആ സമയത്ത് നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ വരവറ്റമെടുത്തിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി നല്ല ഫലത്തെ നിങ്ങളുടെ ഇടവിൽ കൊടുക്കുമോ? നിങ്ങളുടെ ദേശത്ത് കൊടുക്കുമോ? നിങ്ങളുടെ കുടുംബത്ത് കൊടുക്കുമോ? സമർപ്പിച്ചാട്ട്. യേശുവൻ പക്ഷമായി തീർന്ന ദീനാൻ എന്തോരാനന്ദമി പൂവിൽ വാസം. യേശുവൻ പക്ഷമായി തീർന്ന ദീനാൻ എന്തോരാനന്ദമി പൂവിൽ വാസം. ആ എത്ര മോദം പാർത്തലത്തിൽ പാർത്തിടുന്ന, എത്ര മോദം പാർത്തലത്തിൽ പാർത്തിടുന്ന. വേഗം വരാമെന്നുരച്ചനാഥ, കാത്തു കാത്തു കണ്ണുകൾ മങ്ങിടുന്നേ. വേഗം വരാമെന്നുരച്ചനാഥ, കാത്തു കാത്തു കണ്ണുകൾ മങ്ങിടുന്നേ. എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടു. ഹല്ലേലൂയ. എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ. യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ പൂവിൽ വാസം. യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദം ഈ പൂവിൽ വാസം. എത്രമോ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കണ്ടിടും ഞാൻ. എത്രമോ പാർത്തലത്തിൽ പാർത്തി. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ മക്കളുടെ സാക്ഷ്യത്തെ, നിന്റെ മക്കളുടെ സമർപ്പണത്തെ നീ സ്വീകരിക്കണമേ. കർത്താവിന് വേണ്ടി ഏറ്റവും ഫലവത്തായ ഫലം നൽകാൻ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.